Hello dear students, welcome to Laurel Mercury Academy of Science. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. താരതമ്യേന മുൻ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ് ലിറ്റിൽ ടഫാന്ന് പറയാനേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An infinitely long straight conductor carries a current of 5 ampere as shown. An electron is moving with a speed of 10⁵ meter per second parallel to the conductor. ഇപ്പോൾ നമ്മുടെ ഫിഗറിലെല്ലാം കാണിക്കുന്നുണ്ട് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടറാണ് പി ക്യൂ. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാഗ്നിറ്റ്യൂഡ് 5 ആംപിയർ ആണ്. അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. ഇനി ഒരു 10⁵ മീറ്റർ പെർ സെക്കൻഡിൽ ഈ കണ്ടക്ടറിന് പാരലൽ ആയിട്ടാണ് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്തിട്ടുള്ളത്. The perpendicular distance between the electron and the conductor is 20 centimeter at an instant. അപ്പോൾ അവക്കിടയിൽ ഉണ്ടായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവക്കിടയിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 centimeter ആണ്. Calculate the magnitude of the force experienced by the electron at that instant. ഓക്കെ, ഇവിടെ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടേഴ്സിന് ചുറ്റും അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് റീജിയനിലൂടെയാണ് ഇവിടെ ഒരു ചാർജ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F ഈക്വൽ ടു QVB സൈൻ തീറ്റ ഓർ Q ഇൻറ്റു V ക്രോസ് B. ഓക്കെ, ഹിയർ Q ഈക്വൽ ടു ഇലക്ട്രോൺ ആണ് ഇവിടെ ചാർജ്. സോ 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് 10⁵ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 10⁵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബി എന്ന് പറയുന്നത് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടേഴ്സിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2πr. ഇതാണല്ലോ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ചുറ്റുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദ കണ്ടക്ടർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് 20 സെൻറ്റിമീറ്റർ അകലെയുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ μ0യുടെ വാല്യൂ എന്നാണ് 4π ഇൻറ്റു 10⁻⁻7 ആണ്. I എന്ന് പറയുന്നത് ഇവിടെ 5 ആണ് ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു 20 ഇൻറ്റു 10⁻². സോ നിങ്ങൾക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇവിടെ നിങ്ങൾക്ക് 4 ആൻസർ കിട്ടി. സോ ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻⁻². ഇതാണല്ലോ നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്നത്. സോ 1/2 എന്ന് വരും. 1/2 എന്ന് 0.5 വരും. 0.5 ഇൻറ്റു 10⁻⁻5. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയിട്ടുള്ളത്. 0.5 ഇൻറ്റു 10⁻⁻5 ടെസ്ലയാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമ്മളിങ്ങനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 0.5 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ഇവിടെ സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിന് ഇടയ്ക്കുള്ള ആംഗിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ റൂൾസ് യൂസ് ചെയ്തിട്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ ഡയറക്ഷനിലാണ് നമ്മുടെ തമ്പ് വരേണ്ടത്. എങ്കിൽ കേളും ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. സോ കറണ്ട് അങ്ങോട്ടാണ് നമ്മുടെ ആ ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് പിടിക്കുന്നത്. അപ്പോൾ കേളിങ് ഫിംഗേഴ്സ് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ വരും. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡയറക്ഷനും അതേപോലെ വെലോസ് ഡയറക്ഷനോട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 ആവും. സൈൻ 90യുടെ വാല്യൂ 1 ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 10⁻⁻20 ന്യൂട്ടൺ ആണ്. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ. 8 ഇൻറ്റു 10⁻⁻20 ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഫ്രീക്വൻസി n. The frequency of its potential energy is. ജനറലി നമ്മുടെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ആൻസർ വരുന്നത് 2n ആണ്. അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര മനസ്സിലാക്കാനുള്ളൂ. പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ ടൈമും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഗ്രാഫ്. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിളാണ് നമുക്കറിയാം. ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ അത് അതിൻ്റെ മെയിൻ പൊസിഷനിലാണ്. മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിൽ വരെ പോകുന്ന സിറ്റുവേഷനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം എക്സ്ട്രീം പൊസിഷനിലായിരിക്കും മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പം അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് അത് ഓസിലേഷൻ തുടങ്ങിയതെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി തിരിച്ച് അത് ഇതിൻ്റെ മെയിൻ പൊസിഷനിലോട്ട് നിന്ന് വരുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് 0 ആകുക ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നത്
പൊട്ടൻഷ്യൽ എനർജി 0 ആയി. തിരിച്ച് അതിൻ്റെ നെക്സ്റ്റ് എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. സോ വീണ്ടും അത് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തി. തിരിച്ച് ഇവിടെ എത്തുന്നതോട് കൂടി ഒരു ഓസിലേഷനായി. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിട്ട് വീണ്ടും അത് 0 ആയി. ഇനി നമുക്ക് ടൈം പീരീഡായിട്ട് കണക്ട് ചെയ്യാം. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണല്ലോ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അതിങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷനായി, അതിൻ്റെ ടൈം പീരീഡാണ് ടി എടുക്കുന്നത് എങ്കിൽ ഇവിടേക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ് T/2 ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെയും പകുതി T/4 ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ 3T/4 ആണ്. എന്നാണല്ലോ നമ്മുടെ ടൈമിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഈ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റിപ്പീറ്റ് ചെയ്യുന്നവയുടെ എണ്ണം നോക്കുന്നത്. അപ്പോൾ ഒരേപോലെ ഇവിടുന്ന് പോയിട്ട് ഇവിടെ എത്തി അതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫുൾ ഓസിലേഷൻ നടക്കുമ്പോൾ. അപ്പോൾ ഒരു ഫുൾ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി n ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫ്രീക്വൻസി എത്ര വരുന്നത്? അതിൻ്റെ ഡബിളാണ് വരുന്നത്. സോ 2n ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A radioactive nucleus undergoes spontaneous decay in the sequence XZA. ഒരു സീക്വൻസ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Where Z is atomic number of the element X. The possible decay particle in the sequence are. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീക്കയുടെ കാര്യം പറയുന്നത് ഇനിഷ്യലി എക്സ് എന്നുള്ള എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് Z ആണ്. അത് എന്തായിട്ട് മാറാൻ Z- അറ്റോമിക് നമ്പർ ഒന്ന് കുറയുക ചെയ്യുന്നത്. ഏത് ഡീക്കെ നടക്കുമ്പോഴേ അറ്റോമിക് നമ്പർ ഒന്ന് കുറയുക? ബീറ്റ പോസിറ്റീവ് ഡീക്കെ നടക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ബീറ്റ പോസിറ്റീവ് ഡീക്കെ നടക്കുമ്പോൾ അറ്റോമിക് നമ്പർ ഒന്ന് കുറയും. സോ Z ഉള്ളത് Z-1 ആവും. അപ്പോൾ ബീറ്റ പോസിറ്റീവ് ഡീക്കെ നടക്കുന്ന ഒരേ ഒരു ആൻസർ ഇവിടെ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് മനസ്സിലായി കഴിഞ്ഞ്. ഇനി ആൽഫ ബീറ്റ നെഗറ്റീവ് എങ്ങനെ നടക്കുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ Z-1 ഉള്ളത് അതിൽ നിന്ന് 2 കൂടെ മൈനസ് ചെയ്യുമ്പോഴാണല്ലോ Z-3 വരുന്നത്. അറ്റോമിക് നമ്പർ 2 മൈനസ് ചെയ്യുന്ന എപ്പോഴാണ്? ആൽഫ ഡീക്കെ നടക്കുമ്പോൾ. ഉപക്കടെ ആൽഫ ഡീക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞ്. അടുത്ത കേസ് എന്താ? Z-1 ആവുന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടിയതല്ലേ? Z-3 എന്നുള്ളത് Z-2 ആകുന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടല്ലേ അവിടെ ചെയ്തിട്ടുള്ളത്? അറ്റോമിക് നമ്പർ ഒന്ന് കൂടുന്ന എപ്പോഴാണ്? ബീറ്റ നെഗറ്റീവ് ഡീക്കെ നടക്കുമ്പോൾ. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് 4th question. The escape velocity from the Earth's surface is v. The escape velocity from the surface of another planet having a radius 4 times that of Earth. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് 4 times ഓഫ് റേഡിയസ് ഓഫ് എർത്ത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദാറ്റ് ഓഫ് ആൻഡ് സെയിം മാസ് ഡെൻസിറ്റി. രണ്ടിൻ്റെ ഡെൻസിറ്റി സെയിം ആട്ടോ. ഡെൻസിറ്റി ഓഫ് ദ പ്ലാനറ്റും ഡെൻസിറ്റി ഓഫ് എർത്തും ഇവിടെ സെയിം ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എസ്കേ വെലോസിറ്റി ഫ്രം ദ എർത്ത് സർഫസ് v ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ജനറലി എന്താ പറയാറ്? എസ്കേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണെന്ന് പറയാറുണ്ടല്ലോ. സോ എസ്കേ വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് അനദർ പ്ലാനറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എസ്കേ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് ഈക്വൽ റൂട്ട് ഓഫ് 2gr എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി ഇവിടെ ജിക്ക് പകരം നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എന്ന് പറയുന്നത് 4/3 πr rho g. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. 4/3 πr rho g. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 4/3 πr rho g ഇൻറ്റു ഇവിടെ എന്ത് വരുന്നുണ്ട്? r. അപ്പോൾ r² വരും. ഇതാണ് പ്ലാനറ്റിൻ്റെ ഡെൻസിറ്റിയും പ്ലാനറ്റിൻ്റെ റേഡിയസും കൊടുക്കുന്ന സിറ്റുവേഷനിൽ കിട്ടുന്നത്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. വി പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ഇവിടെ വരുന്നത് 4/3 പൈ ആർ പിയുടെ സ്ഥാനത്ത് 4/3 പൈ ആർ പിയുടെ സ്ഥാനത്ത് 4re എന്ന് കൊടുക്കാമല്ലോ. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റോ രണ്ടും സെയിം ആണ് എർത്ത് ഇൻറ്റു ജി. സോ നിങ്ങൾക്ക് ആൻസർ വി പി ഈക്വൽ ടു ഇവിടെ 16 വരുന്നുണ്ട്. 16 പുറത്തിറങ്ങുമ്പോൾ അത് 4 ആയിട്ട് മാറി. റൂട്ട് ഓഫ് 2 ഇൻറ്റു 4/3 പൈ re² റോ ഇ ജി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ എർത്ത് ആണ് മനസ്സിലായി. ആ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്തിന് ഇവിടെ v എന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ v എന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആൻസർ വരുന്നത് 4v എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് 4v എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The half-life of a radioactive nuclei is
100 hours, half-life തന്നിട്ടുണ്ട്. The fraction of original activity that will remains after 150 hours would be. ഇവിടെ നമുക്ക് ടൈമും തന്നിട്ടുണ്ട്, half-life തന്നിട്ടുണ്ട്. നമുക്ക് fraction of original activity that remains fraction ആണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് r/r0 equal to 1/2 raised to t/t½ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഇതാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് r/r0 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 1/2 raised to t എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈമാണ്, ഇവിടെ 150 ഹവേഴ്സ് ആണ്. 150 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 100 ആണ്. സോ r/r0 ഈക്വൽ ടു 1/2 raised to ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ 3/2 എന്ന് കിട്ടും. 3/2. സോ നിങ്ങൾക്ക് ആൻസർ എത്ര വരുന്നത്? 3/2 എന്ന് പറയുമ്പോൾ 1/2 √2 എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ വരുന്നത് 1/2 √2. ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്, 1/2 √2. ഓക്കെ, ഇവിടെ 2 raised to 3 എന്ന് പറയുമ്പോൾ 8 വരും. 8ന്റെ raised to half എടുക്കുമ്പോൾ 2 √2 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺവെക്സ് ലെൻസ് A of focal length 20 cm and concave lens B of focal length 5 cm are kept along the same axis with a distance d between them. Okay, if parallel beam of light falling on A leaves B as parallel beam, then the distance d in centimeter will be. ഇവിടെ പറയുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഒരു കോൺകേവ് ലെൻസും ഉണ്ട്. രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 cm ആണ്. കോൺകേവ് ലെങ്ത്തിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് ആണ്, -5 cm ആണ്. ഇവക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നത് ഇങ്ങോട്ട് വരുന്ന പാരലൽ ബീംസ് ഒക്കെ അതേപോലെ തന്നെയാണ് ഇതിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം അതൊരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടല്ല പാരലായിട്ട് പോകാൻ കാരണം. ഇനി കോമ്പിനേഷൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, കോമ്പിനേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആ എഫക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്താണ് f. 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 മൈനസ് d ഡിവൈഡ് ബൈ f1 f2 ആണ്. സോ ഇവിടെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റ് ആണ്. സോ നമുക്ക് 1/∞ പറയുമ്പോൾ 0 ആയിട്ട് മാറി. ഈക്വൽ ടു 1/20 മൈനസ് 1/5 മൈനസ് d ഡിവൈഡ് ബൈ 20 ഇൻറ്റു -5. ഇങ്ങനെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഓക്കെ, നമുക്ക് ഇതിൽ ആൻസറിൽ എത്താൻ പോവാം. നമുക്ക് ഡി ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ കിട്ടുന്നത് d ഡിവൈഡ് ബൈ 100. സോ ഇതങ്ങ് 100 ആയി. ഈക്വൽ ടു നമുക്ക് d ബൈ 100 ഈക്വൽ ടു 1/5 മൈനസ് 1/20 എന്നായിട്ട് മാറും. സോ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്കിവിടെ 20 കോമൺ ഡിനോമിനേറ്റർ വരികയാണെങ്കിൽ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ, 4 മൈനസ് 1 പറയുമ്പോൾ 3/20. സോ നമുക്ക് d ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ 300 ഡിവൈഡ് ബൈ 20 എന്ന് വരുന്നുണ്ട്. സോ ആൻസർ ഈക്വൽ ടു 50 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 2 ആണ് വരുന്നത്. Okay, next question. A capacitor of capacitance C is connected across an AC source of voltage V given by V equal to V0 sin omega t. V0 sin omega t ഉണ്ട് അവിടെ, sin omega t. Okay, the displacement current between the plates of capacitor would then given by, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. അറിയാലോ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ഷൻ കറൻറ്റിന് ഈക്വലാണ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. കപ്പാസിറ്റർ ഔട്ട് സൈഡിൽ കണ്ടക്ഷൻ കറൻറ്റും കപ്പാസിറ്റർ ഇൻസൈഡിൽ അത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആയിട്ട് മാറും. സോ ഇതാണ് ഇവിടെ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടക്ഷൻ കറൻറ്റ് ഇക്വേഷൻ എന്താ? dq ഡിവൈഡ് ബൈ dt, I ഈക്വൽ dq ബൈ dt, അതാണ് ഇക്വേഷൻ. സോ ക്യൂയുടെ സ്ഥാനത്ത് നമുക്ക് സി വി എന്ന് കൊടുക്കാം. ക്യൂയുടെ സ്ഥാനത്ത് സി വി എന്ന് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ മാറ്റിയിട്ട് സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഐ ഡി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര വി എത്ര V0 സൈൻ ഒമേഗ ടി ആണ്. അതിന് ഡിഫറൻഷ്യൽ എടുക്കണം. സോ എന്ത് വരും? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ഒമേഗ, ഒരു മിനിറ്റ്, V0 കൂടെ ഉണ്ട് അല്ലേ, V0 സൈൻ ഒമേഗ ടിയുടെ V0 സൈൻ ഒമേഗ ടി ആണ് ഇവിടെ വരുന്നത്. നോക്കാം, സി ഇൻറ്റു വിയുടെ
സ്ഥാനത്ത് V0 sin omega t കൊടുക്കും. അതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ V0 cos omega t into omega. ആ ഒമേഗ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് സോ C omega V0 cos omega t ഓപ്ഷൻ 1 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A small block slides down a smooth inclined plane starting from rest at t equal to 0. Let Sn be the distance traveled by the block in the interval t equal to n-1 to t equal to n. Then the ratio of question വരുന്ന mistake ആണ്. Question പറയുന്നത് ratio of Sn divided by Sn+1 is എന്നാണ് question കേട്ടോ. അവിടെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്, അത് വിസിബിൾ അല്ല. Sn ഡിവൈഡ് ബൈ Sn+1 ഉള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഈസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ എസ് എന്ന് പറഞ്ഞാൽ nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് Sn. Sn ജനറൽ ഇക്വേഷൻ എന്താ? u+a/2 ഇൻറ്റു 2n-1. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ സ്ലൈഡ് ഡൗൺ ഓൺ എ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്റ്റാർട്ടിങ് ഫ്രം റസ്റ്റ് ആണ്. അപ്പോൾ യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ nth സെക്കൻഡിൽ ഉള്ളതാകുമ്പോൾ n കൊടുത്താൽ മതി. Sn ഈക്വൽ ടു a/2 ഇൻറ്റു 2n-1. ഇതാണ് നമുക്ക് ഒന്നാമത്തതിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി രണ്ടാമത് കാണേണ്ടത് എന്താ? Sn+1 ആണ്. പിന്നെ ഡിവൈഡ് ചെയ്യാണ് ഇവിടെ തന്നെ. ഓക്കെ, Sn+1 എന്ന് പറയുമ്പോൾ u0 ആണല്ലോ. അപ്പോൾ a/2 ഇതന്നെ കേസ് കേട്ടോ, ഇൻറ്റു 2 ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? n+1 -1. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ആ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ അവിടെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും. ഇനി ആ സോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ a/2 ക്യാൻസൽ ചെയ്ത് സോ Sn/Sn+1 ഈക്വൽ ടു നമുക്ക് മുകളിൽ 2n-1 ആണുള്ളത്. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2n + 2 -1 ഉണ്ടാവും. സോ +1 വരും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2n-1 ഡിവൈഡ് ബൈ 2n+1 എന്നുള്ളതാണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ, ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle is released from height s from the surface of the earth. Okay, at a certain height its kinetic energy is 3 times its potential energy. The height from the surface of earth and the speed of the particle at that instant are respectively. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ കേസ് എന്ന് പറയുമ്പോൾ ഇതാണ് സർഫസ് ഓഫ് എർത്ത്. ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് എസ് ഹൈറ്റിലാണ് നിൽക്കുന്നത്, അത് താഴേക്ക് വീണ്ടി ഒരു പോയിന്റിലെത്തി, അങ്ങോട്ടുള്ള ഹൈറ്റ് എച്ച് ആണെന്ന് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി അതിന് എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അത് മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിലെത്തുമ്പോൾ അത് കൈനറ്റിക് എനർജി അതേപോലെ ആ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഫൈനലാണ്. സോ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ടോട്ടൽ എനർജി ബിഫോറും ആഫ്റ്റർ ഈക്വൽ ആവണം. സോ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, അതാണ് ഇനിഷ്യലി മാത്രം എഴുതാൻ കാരണം. ഇനി ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? mgs ആണ്. കാരണം ഇവിടുത്തെ ഹൈറ്റിനെ എസ് ആ പറഞ്ഞിട്ടുള്ളത്. കൈനറ്റിക് എനർജി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 3 ടൈംസ് ഓഫ് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ 3 ഇൻറ്റു mgh. ഈ പൊസിഷനിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mgh ആണല്ലോ. അപ്പോൾ 3 ടൈംസ് ഓഫ് mgh പ്ലസ് mgh. സോ നമുക്ക് mg എല്ലാത്തുനിന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് s ഈക്വൽ ടു 4h എന്ന് കിട്ടി. ഇതിൽ നിന്ന് h ഈക്വൽ ടു s/4. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി s/4 ആണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² നമ്മളോട് പറയുന്നുണ്ട്. ആ പോയിന്റിലെ കൈനറ്റിക് എനർജി ആണ് 3 mgh ആണ്. 3 mg ഈക്വൽ ടു ഹാഫ് mv² ആണ്. ആ പോയിന്റിലെ കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പോയിന്റിലെ കൈനറ്റിക് എനർജി 3 mgh ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് m ക്യാൻസൽ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് v ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ കിട്ടാൻ പോകുന്നത് v² ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ തൊട്ട് മുന്നേ നമ്മൾ s/4 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 ഇൻറ്റു g ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് s/4.
Okay, V equal to cancel 2/3/2 3/2 GS root of 3/2 GS എന്നാണ് നിങ്ങൾക്ക് ആ പോയിന്റിൽ വെലോസിറ്റി കിട്ടുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് √3 ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. S/4 ആണ് ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്. വെലോസിറ്റി കിട്ടിയിട്ടുള്ളത് എത്രയാണ്? √3/2 GS ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, a potentiometer circuit, a cell of EMF 1.5 volt gives balance point at 36 centimeter length of wire. Okay. If another cell of EMF 2.5 replaces the first cell, then at what length of the wire the balancing point occurs? പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആപ്ലിക്കേഷനായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ EMF is directly proportional to balancing length ആണ്. സോ ഈ കേസിൽ രണ്ടിൻ്റെ കേസിൽ മാറ്റി എഴുതുമ്പോൾ ഒന്നാമത്തെ കേസിൽ 1.5, രണ്ടാമത്തെ കേസിൻ്റെ EMF ആണ് 2.5 ഈക്വൽ ടു ഒന്നാമത്തെ കേസിലെ ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത് 36 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ നമുക്ക് L എടുക്കാം. ആ L ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ L ഈക്വൽ ടു 36 × 2.5 ഡിവൈഡഡ് ബൈ 1.5. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 60 സെൻറ്റിമീറ്ററിന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ 1. Next, for a plane electromagnetic wave propagate in x direction. അപ്പോൾ വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ x ആണ്. ഇനിയോ which of the following combination gives the correct possible direction for electric field and magnetic field? അപ്പോൾ നമുക്ക് അറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇവിടെ എക്സ് ആട്ടോ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് E ക്രോസ് ബി. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇവിടെ എക്സ് ഡയറക്ഷനിലാണ്. ഇനി ഈക്വൽ ടു നമുക്കിത് ചെയ്ത് നോക്കാം. നമ്മുടെ E ക്രോസ് ബിയുടെ അപ്പോൾ ഇത് കുറേ ഇലക്ട്രിക് ഫീൽഡ് അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സെപ്പറേറ്റ് തന്നേക്കാണല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് സാധാരണ നമ്മൾ കാണുന്ന ഡിറ്റർമിനന്റ് മെത്തേഡിലൂടെ ക്രോസ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ I ക്യാപ് J ക്യാപ് K ക്യാപ് ചെയ്തിട്ട് നമ്മൾ ഇതിലേതെങ്കിലും ഒരു എടുത്തിട്ട് വേണം നമ്മൾ എക്സ് ആൻസറിൽ എത്താൻ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, നമുക്ക് ഓപ്ഷൻ 2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. I 0 ആണ്, J -1 ആണ്, K 1 ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം പറയുമ്പോൾ കേട്ടോ. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം പറയുമ്പോൾ 0 -1 -1 ഇത് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എക്സ് ഡയറക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. സോ I പ്രൊപ്പോർഷണൽ ടു I ഇൻറ്റു -1 × 1 ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. -J ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജെയുടെ വാല്യൂ 0 ആണ് കിട്ടുന്നത്. അതേപോലെ K ചെയ്യുന്ന സിറ്റുവേഷനിലും നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 2I എന്ന് കിട്ടി. ഇത് ചെയ്യുമ്പോൾ I എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലാണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ B ആണ്. I ക്യാപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏതിൻ്റെ ഡയറക്ഷനാണ്? എക്സ് ഡയറക്ഷൻ്റെ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ I ക്യാപ്പ് കിട്ടാനേ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് A ക്രോസ് B ചെയ്തപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. E ക്രോസ് B ചെയ്തപ്പോൾ നിങ്ങൾക്ക് എക്സ് ഡയറക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. സോ എക്സ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ്, പോളാർ മോളിക്യൂൾസ് ഓഫ് ദ മോളിക്യൂൾസ്. അതായത് പോളാർ മോളിക്യൂൾസ് നമുക്കറിയാം അതിൻ്റെ ചാർജസ് ഇങ്ങനെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ഹാവിങ് 0 ഡൈപോൾ മൊമെൻ്റ് അല്ല, അക്വയർ എ ഡൈപോൾ മൊമെൻ്റ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു അതല്ല, അക്വയർ ഡൈപോൾ മൊമെൻ്റ് ഉള്ളി അതുമല്ല ഹാവിങ് എ പെർമനൻറ്റ് ഇലക്ട്രിക് ഡൈപോൾ നമുക്കറിയുന്ന കേസാണ്. അതായത് പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റ് നിൽക്കുന്നതിന് മോളിക്യൂൾസിനാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയാം. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസിനെയാണല്ലോ നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിന് എന്തെങ്കിലും പോളാർ മോളിക്യൂൾ എന്തുണ്ട്? പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണത്താൽ. സോ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, the velocity of a small ball of mass m and density d when dropped in container filled with glycerin becomes constant
after some times. If the density of the glycerin is, then the viscous force acting on the ball will be. Okay, but data തന്നിട്ടുണ്ട് d/2 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. The velocity of the small ball is mass m, density d. When the dropped in container filled with glycerin becomes constant after some times, the density of the glycerin is d/2. Then the viscous force acting on the ball will be. അതായത് ഒരു ബോള്, ആ ബോൾ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് എം ജി ആണ്, മാസ് ക്യാപിറ്റൽ എം ആട്ടോ. സോ നമുക്ക് ക്യാപിറ്റൽ എം ഇൻറ്റു ജി എന്ന് എഴുതാം. ഇനി താഴേക്ക് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണല്ലോ ബയാൻ ഫോഴ്സും അതേപോലെ വിസ്കസ് ഫോഴ്സും. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അങ്ങോട്ട് ആരൊക്കെയുണ്ട്? വിസ്കസ് ഫോഴ്സും ഉണ്ട്, അതേപോലെ ബൊയാൻ ഫോഴ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. താഴേക്കുള്ളത് വെയിറ്റ് ആണ്, വെയിറ്റ് ഈക്വൽ ടു എഫ് വി പ്ലസ് എഫ് ബി എന്ന് എഴുതാമല്ലോ. ഇനി ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റിനേക്കാളും കുറവാണ് ആര്? എഫ് വി. വെയിറ്റിനേക്കാളും കുറവാണ് എഫ് ബി അല്ലേ? കാരണം എഫ് ഇയോട് കൂടെ ബയോൺ ഫോഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വെയിറ്റ് ആണ്. അപ്പം ഇത് രണ്ട് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതൽ, എഫ് ബി കുറവാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാ? വെയിറ്റിനേക്കാളും കുറവ് വരുന്നത് ഏതാ? വെയിറ്റിനേക്കാളും കുറവ് വരുന്നത് ഇവിടെ എം ജി ബൈ 2 ആണ്. സോ എഫ് ഇ ഈക്വൽ ടു എം ജി ഡിവൈഡ് ബൈ 2 എന്ന് വരും കേട്ടോ. എം ജി അല്ല, കാരണം ഈക്വൽ അല്ല. വെയിറ്റിന് സ്ഥാനത്ത് എം ജി കൊടുക്കുകയാണ്, എം ജി അല്ല, ഈക്വൽ അല്ല. 3/2 എം ജി എന്ന് പറഞ്ഞാൽ എം ജിനേക്കാളും കൂടുതൽ, അതും പറ്റൂല. 2 mg പറഞ്ഞാൽ എം ജിയേക്കാളും കൂടുതൽ, അതും പറ്റില്ല. നമുക്ക് എം ജിയേക്കാൾ കുറവുള്ളതാണോ അതാണ് വിസ്കസ് ഫോഴ്സ് ആയിട്ട് വരിക. സോ കുറവുള്ളത് എം ജി ബൈ 2 ആണ്. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 14th. Match column 1 and column 2 and choose the correct match from the given choice. ഓക്കെ, ഇത് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന അതിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഇക്വേഷൻ വെച്ചേ ഉള്ളൂ. റൂട്ട് സ്ക്വയർ സ്പീഡ് ഗ്യാസ്, ആർ എം എസ് സ്പീഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 3RT/m ആണ്. അപ്പോൾ ഇതാണ് റൂട്ട് ഓഫ് 3RT/mനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? VRMS എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ Q ആണ്. ഇനി പ്രഷർ എക്സേർട്ടഡ് ബൈ ഐഡിൽ ഗ്യാസസ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഇക്വേഷൻ 1/3 N V⁻² എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഡയറക്റ്റ് ഇക്വേഷൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന P ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടണം കേട്ടോ. എക്ക് Q, ബിക്ക് Pയും കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ 3 ആണ് വരിക. ബാക്കിയുള്ളവർ നോക്കാം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ പറഞ്ഞാൽ 3 × ½ kBT ആണ് പഠിച്ചിട്ടുണ്ടാവും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻറ്റു, അപ്പോൾ ഒരു മോളിക്യൂളിൽ 3 degrees ഓഫ് ഫ്രീഡം 3 × ½ kBT. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. സോ സിയുടെ ഓപ്ഷൻ CS ആണ് വരുന്നത്. ഓക്കെ, അതന്നെ. ദെൻ ടോട്ടൽ ഇൻറ്റേർണൽ ഓഫ് എ 1 mole ഓഫ് ഡയാറ്റോമിക് ഗ്യാസസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് 5/2 RT എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ്, water falls from height 60 meter at the rate of 15 kg/s to operate the turbine. അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട് m/t, kg/s എന്നാൽ m/t തന്നിട്ടുണ്ട്. The losses due to frictional force are 10%. ആ ടോട്ടൽ എനർജി 10% ലോസ് ചെയ്തിട്ടുണ്ട് ഓഫ് ഇൻപുട്ട് എനർജി. ഹൗ മച്ച് പവർ ഈസ് ജനറേറ്റഡ് ബൈ ദ ടർബൈൻ? അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ P ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം. ഇവിടെ mgh/time ആണ്. ആ mgh ടൈമിൽ നിന്ന് എത്ര ലോസ് ചെയ്യുന്നുണ്ട്? 10% ഓഫ് mgh/t ലോസ് ചെയ്യുന്നുണ്ട്. 10% ഓഫ് mgh/t ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലോട്ട് പോവാം. P ഈക്വൽ ടു എത്ര വരുന്നത്? mgh/t എത്ര വരുന്നത്? അവിടെ പോയി മാസ് എത്ര? മാസ് ബൈ ടൈം നേരിട്ട് തന്നിട്ടുണ്ട് 15 ആട്ടോ. 15 × 10 × h60. ഓക്കെ, മൈനസ് 10% ഉണ്ട്. നമുക്കത് ലാസ്റ്റ് 10% എത്ര നോക്കിയിട്ട് മൈനസ് ചെയ്താൽ മതി. P കിട്ടിയതിന് 10% കാണാമല്ലോ. അപ്പോൾ ഇതവിടെ 10% ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ആൻസർ വരുന്നത് 15 × 10 × 6 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്
9000 ആണ്. അപ്പോൾ നമ്മുടെ കേസ് ക്വസ്റ്റ്യനിൽ പറയേണ്ടത് അതിൽ 10% ലോസ് ചെയ്യണം. അപ്പോൾ ഇതിന് 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 900 വരും. അപ്പോൾ ലാസ്റ്റ് നെറ്റ് പവർ എന്ന് പറയുന്നത് ആകെയുള്ള പവറിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 10% മൈനസ് ചെയ്യണം. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 8100 കിട്ടും അല്ല, അത്രയും വാട്ട് എന്ന് കിട്ടി. സോ നമുക്ക് ആൻസറിലോട്ട് വരുമ്പോൾ 8.1 കിലോ വാട്ട് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ 10⁻³ ഓർഡറിൽ എഴുതുമ്പോൾ 8.1 × 10⁻³ വാട്ട്. സോ നമുക്ക് 8.1 കിലോ വാട്ട് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, എ ലെൻസ് ഓഫ് ലാർജ് ഫോക്കൽ ലെങ്ത് ആൻഡ് ലാർജ് അപ്പർച്ചർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് സിൻസ്. എപ്പോഴും അറിയുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ആയിരിക്കും ടെലസ്കോപ്പിൻ്റെ കേസിൽ കുറച്ച് വലുത്, അപ്പർച്ചർ സൈസ് കൂടുതൽ. എന്തിനാ? കുറേ ലൈറ്റ് തന്നെ ഗ്യാദർ ചെയ്യാൻ പറ്റും, റിസോൾവിംഗ് പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എല്ലാ കേസും കൂടെ നോക്കുമ്പോൾ എ ലാർജ് അപ്പർച്ചർ കോൺട്രിബ്യൂട്ട് ടു ദ ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് ദ ഇമേജസ്. അല്ല, കുറേ ലൈറ്റ് കയറുമ്പോൾ വിസിബിലിറ്റി കൂടി വരുന്നത്. അതേപോലെ ലാർജ് ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റീവ് എൻഷുവേഴ്സ് ബെറ്റർ ലൈറ്റ് ഗ്യാദറിങ്, കുറേ ലൈറ്റ് കൂടെ കിട്ടുന്നുണ്ട്. എ ലാർജ് അപ്പർച്ചർ പ്രൊവൈഡ്സ് ബെറ്റർ റെസൊല്യൂഷൻ. എല്ലാം കൂടെ 3 കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ദ സെയിം ആസ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്പർ ഡെൻസിറ്റീസ് രണ്ടിൻ്റെ കേസിലും സെയിം ആണ്, ഇലക്ട്രോണിൻ്റെ കേസിലും ഹോൾസിൻ്റെ കേസിലും സെയിം ആണ്. ആൻഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് ഈച്ച് ഓഫ് ദം. രണ്ടിനെ അക്രോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവയിലുണ്ടാകുന്ന കറണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടറിലൂടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ കേസ് എന്ന് പറയുന്നത്, കണ്ടക്ടർ മീൻസ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് I = AVD E എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് നമ്പർ ഡെൻസിറ്റി രണ്ടുപേർക്കും സെയിം ആണ്, ചാർജസ് സെയിം ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പറഞ്ഞത്, ഡ്രിഫ്റ്റ് വെലോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് അറിയുന്ന ഇക്വേഷൻ VD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മൊബിലിറ്റി μ = VD/E എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് VDയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? μE എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ വരുന്നത് I = A × μE × EN ആണ്. അപ്പോൾ I പ്രൊപ്പോർഷണൽ ടു ഇവിടെ ആര് വരും? ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് മാറ്റി എഴുതി. സോറി, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, മൊബിലിറ്റി ആണ് ഇവിടെ മാറ്റം വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് രണ്ടുപേർക്കും അക്രോസ് സെയിം അല്ലേ, മൊബിലിറ്റി ആണ് മാറ്റം വരുന്നത്, ബാക്കി എല്ലാവരും സെയിം ആണ്. ഇനി നമുക്ക് എന്ത് എഴുതാം? മൊബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? മൊബിലിറ്റി കൂടി കഴിഞ്ഞാൽ കറണ്ട് കൂടും. അപ്പോൾ IE > IH എന്ന് കിട്ടി കേട്ടോ. സോ നമ്മുടെ കേസിൽ ആൻസർ എന്ന് പറയുന്നത് കറന്റ് ഇൻ എൻ ടൈപ്പ് ഗ്രേറ്റർ ദാൻ കറന്റ് ഇൻ പി ടൈപ്പ്. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 240 breaks into 2 fragments, each of mass number 120. The binding energy per nucleus of unfragmented nuclei is 7.6 mega electron volt. അപ്പോൾ എനിക്ക് ആദ്യം നമ്മുടെ കയ്യിൽ 240 മാസ് നമ്പർ ഉള്ള ഒരു എലമെന്റ് ഉണ്ട്, അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് ആണ് 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുള്ളത്. വൈൽ ദാറ്റ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഈസ് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് ഓരോ ഫ്രാഗ്മെന്റിൻ്റെ കേട്ടോ. The total gain in the binding energy in the process is, ഈ പ്രോസസ് നടക്കുമ്പോൾ കുറച്ച് എനർജി ഗെയിൻ ചെയ്തിട്ടുണ്ട്, ആ എനർജി എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി കൺസർവേഷൻ നമുക്കറിയാലോ. സോ നമുക്ക് ടോട്ടൽ എനർജി ബിഫോർ ദ റിയാക്ഷൻ ആഫ്റ്റർ റിയാക്ഷൻ ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ ഗെയിൻ ദ എനർജി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇനിഷ്യലി നമ്മുടെ കേസ് അൺഫ്രാഗ്മെന്റഡ് ന്യൂക്ലിയസ് ഉള്ള അതിൻ്റെ എനർജി, സപ്പോസ് അത് X എന്നുള്ള ന്യൂക്ലിയസ് ആയിരുന്നു കരുതിക്കോ. X എന്നുള്ള ന്യൂക്ലിയസിനോട് കൂടെ കുറച്ച് എനർജി ഗെയിൻ ചെയ്തപ്പോഴാണ് അത് ആരായിട്ട് മാറിയത്? 2 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ Y അതേപോലെ Z ഇങ്ങനെ 2 ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് കരുതിക്കോ. സോ ഇതിൽ ഓരോന്നിൻ്റെ എനർജിയാണ് EYയും EZ. അപ്പോൾ ഇതാണ് എനർജി കൺസർവേഷൻ അനുസരിച്ച് ബിഫോറും ആഫ്റ്റർ ഈക്വൽ ആയിരിക്കും. ഇനി ഈ എനർജി എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ആട്ടോ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് ആണ് തന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പർ ആണ്. സോ ഇവിടുന്ന് EB = നമുക്ക് എന്ത് എഴുതാം? A × EB എന്ന് എഴുതാം. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. EX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ
ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.6 ആണ്. അപ്പോൾ 7.6 ഇൻറ്റു അതിൻ്റെ മാസ് നമ്പർ എത്രയാണ് 240. ഓക്കെ, പ്ലസ് ക്യൂ ഈക്വൽ ടു ഇവിടെ ഈ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് 8.5 ആണ്, മാസ് നമ്പർ 120 ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയത് 2 ഇൻറ്റു 8.5 ഇൻറ്റു 120. സോ ഇതിൽ നിന്ന് ക്യൂ ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ഇവിടേക്കും ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഈ കിട്ടുന്നതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലി കിട്ടുന്നത് 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ തിക്ക് കറന്റ് ക്യാരിയിങ് കേബിൾ ഓഫ് റേഡിയസ് ആർ ക്യാരിയിങ് എ കറന്റ് ഐ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ഇറ്റ് ക്രോസ് സെക്ഷൻ. The variation of magnetic field B of R due to cable with distance R from the axis of the cable is represented by. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ബി ഇൻസൈഡ് എന്ന് പറഞ്ഞത് ബി ഇൻസൈഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആറും അതേപോലെ ബി ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആറും ആണ് നമുക്കറിയാം. സോ നമ്മുടെ ഇക്വേഷൻ വരും സർഫസ് വരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് പോകുന്നത്, പിന്നെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടെ വരക്കുമ്പോൾ ഇത് രണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രൈറ്റ് ലൈന് കിട്ടും, ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങോട്ട് മാറി. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, 2 charged sphere conductors of radius r1 and r2 connected by a wire. Then the ratio of surface charge densities of the spheres ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സിഗ്മ 1 by സിഗ്മ 2 ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ചാർജ്ഡ് സ്ഫിയർ ഉണ്ടായിരുന്നു, അതിന് രണ്ടിനും കണക്ട് ചെയ്യുന്നതോട് കൂടി രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറും, സെയിം ആയിട്ട് മാറും അല്ലേ. നമുക്കറിയാം രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനകത്തും രണ്ടിൻ്റെ പൊട്ടൻഷ്യൽ സെയിം ആ സമയത്ത് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ 1/4πε0 Q/R ആണ്. അപ്പോൾ ഇവിടെ Q1/R1 സോറി റേഡിയസ് എത്രയാണ് തന്നത് R1 ആട്ടോ. Q/R1 ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ R2. 1/4πε0 ഉണ്ട്, അത് രണ്ടൊരു സൈഡിലും ക്യാൻസൽ ചെയ്ത് പോയതാണ്. ഇനി നമുക്കതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റാണ് ചെയ്യേണ്ടത്. സോ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ സിഗ്മ എ ആണ്. അപ്പോൾ നമുക്ക് ക്യൂ കാണുന്നോടത്ത് സിഗ്മ 1 A1 പറയുമ്പോൾ 4πR1² വരും ഡിവൈഡഡ് ബൈ R1. എ എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πR ആണല്ലോ. സോ ഈക്വൽ ടു സിഗ്മ 2 4πR2² ഡിവൈഡ് ബൈ R2. സോ നമുക്ക് ഇതിന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്നത് സിഗ്മ 1 സിഗ്മ 2 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ R2/R1. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത് R2/R1. സോ ഓപ്ഷൻ 2 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് E and G റെസ്പെക്റ്റീവ്ലി ഡിനോട്ട് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ദെൻ ഇവിടെ E/G എന്ന് കാണുന്നുണ്ട് കേട്ടോ. E/G ഹാസ് ദ ഡയമെൻഷൻ ഓഫ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ E/Gയുടെ ഡയമെൻഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി ഡയമെൻഷൻ അവിടെ കൊടുക്കണം, ജി ഡയമെൻഷൻ കൊടുക്കണം. ml² T⁻⁻² എന്നാണല്ലോ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ ജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ജിയുടെ ഇക്വേഷൻ എന്താ FR² ഡിവൈഡ് ബൈ M1 M2 ആണ്. സോ നിങ്ങൾക്ക് എഫ് പറഞ്ഞാൽ mLT⁻², mLT⁻² L² ഡിവൈഡ് ബൈ M² വരുന്നത്. സോ നമുക്ക് ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നത് M⁻1 L³ T⁻². ഇതാണല്ലോ ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു M⁻1 മുകൾക്ക് M² വരും, L എന്ത് വരും ഇവിടെ L²ൻ്റെ L³ ഉണ്ട്, ക്യാൻസൽ L⁻1 വരും, T⁻² ക്യാൻസൽ ചെയ്ത് പോകും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് T⁻0. സോ നമ്മുടെ ആൻസർ M² L⁻1 T⁻0. സോ നമ്മുടെ ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, എ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ 5 cm by a force 10 Newton. The time period of the oscillation when a mass of 2 kg is suspended by it is. കാൽക്കുലേറ്ററിൻ്റെ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് T = 2π√M ഡിവൈഡഡ് ബൈ K ആണ്. K എന്ന സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കേട്ടോ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π√, മാസ് വന്നിട്ടുണ്ടോ
സ്പ്രിംഗ് സ്ട്രെച്ച്ഡ് ബൈ ഓസിലേഷൻ മാസ് 2 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നൊക്കെ പറയാറുണ്ട്. സോ അതിൽ നിന്ന് കെ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുകയാണെങ്കിൽ കേട്ടോ എഫ് ബൈ എക്സ് ആണ്. സോ എഫിൻ്റെ വാല്യൂ 10 ന്യൂട്ടൺ, എക്സിൻ്റെ വാല്യൂ 5 ഇൻറ്റു 10⁻². സോ നിങ്ങൾക്ക് 5 കിട്ടുന്നത് 2 ഇൻറ്റു 10⁻² എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 10⁻². സോ ക്യാൻസൽ ചെയ്ത് പോയി. നിങ്ങൾക്ക് ആൻസർ ഉള്ളത് 2π ഇൻറ്റു 10⁻⁻1. ഇതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. സോ 2πയുടെ വാല്യൂ എത്രയാണ്? 6.28 ഇൻറ്റു 10⁻⁻1 എന്ന് പറയുമ്പോൾ 10⁻⁻1. സോ ആൻസർ എന്ന് വരുന്നത് 0.628 സെക്കൻഡാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 ആണ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് കോളം 1 gives certain physical terms associated with the flow of current through a metallic conductor. Column 2 gives some mathematical relation involving electrical quantities. Match the column 1 and column 2 with appropriate relations. അതായത് കംപ്ലീറ്റ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറേ ടേംസ് ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാണ് എല്ലാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആറിലോട്ട് വരും. സോ എയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി അറിയാലോ, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഓംസ് ലോ ഇൻ ടേംസ് ഓഫ് ജെ ആൻഡ് ഇ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ജെ ഈക്വൽ സിഗ്മ ഇ. ഇതിൽ നിന്ന് ഇ ബൈ ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/σ വരും. 1/σ തന്നെയാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇ ബൈ ജെ ആണ്. സോ ഇതിൻ്റെ ഓപ്ഷൻ എസ് ആണ്. നോക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. എ എന്ന് പറയുന്നത് 6ലോട്ടാണ്. ഇതെല്ലാം 6ലോട്ടാണ് അല്ലേ. ബി എന്ന് പറയുന്നത് 2s വരുന്നുണ്ട്. അപ്പോൾ അടുത്തും കൂടെ കാണാം. റിലാക്സേഷൻ ടൈം നിങ്ങൾ റെസിസ്റ്റിവിറ്റിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. എം ഡിവൈഡ് ബൈ NE² ഇൻറ്റു ടോ. സോ ഇതിൽ നിന്ന് ടോ ഈക്വൽ ടു എന്ത് കിട്ടും? എം ഡിവൈഡ് ബൈ NE² റോ. സോ റിലാക്സേഷൻ ടൈമിൻ്റെ ഇക്വേഷനായി. ഇനി കറണ്ട് ഡെൻസിറ്റി പറഞ്ഞാൽ ജെ ഈക്വൽ ടു I ബൈ എ. ഓക്കെ, നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ AVD EN ഡിവൈഡ് ബൈ എ ആണ്. സോ ക്യാൻസൽ ചെയ്താൽ VDEN എന്ന് കിട്ടും കേട്ടോ. സോ ഓപ്ഷൻ ഏതാ വരുന്നത്? ഇവിടെ പോയി റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ P ആണ്. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ Q ആണ്. സോ കറണ്ട് ഡെൻസിറ്റി കേട്ടോ Q ആണ്. സോ A 6 ആണ്, B S ആണ്, C എന്ന് പറയുന്നത് P ആണ്, D എന്ന് പറയുന്നത് Q ആണ്. സോ ഓപ്ഷൻ 1 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ്, a dipole is placed in an electric field as shown in which direction will it move. അതായത് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് പാരലൽ അല്ല. സോ ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ല, നോൺ യൂണിഫോം ആണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ അതേപോലെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഈക്വൽ അല്ല. നമുക്കറിയാം ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറയും. സോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് എടുക്കാം, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E2 എന്ന് എടുക്കാം. ഈ പോയിന്റിൽ കേട്ടോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E2. ആരാ വലുത് വരുന്നത്? E1 ഗ്രേറ്റർ ദാൻ E2 ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം നോൺ യൂണിഫോം ആണ്. അപ്പോൾ എല്ലാവർക്കും സെയിം അല്ല. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറയും, E2 കുറയും. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മൂവ് ചെയ്യണമെങ്കിൽ അതിന് മേലെ ഫോഴ്സ് ആക്ട് ചെയ്യണം. സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ചാർജ് കാരണത്താൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ QE ആണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് F1 എന്ന് എടുത്ത് F1ൻ്റെ വാല്യൂ എത്രയാണ്? Q + E1. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇലക്ട്രിക് ഫീൽഡും പോസിറ്റീവ് ചാർജ് ആയിട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ. സോ F1ൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇനി അടുത്തത് -Qൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സാണ് F2 ഈക്വൽ ടു -Q ഇൻറ്റു E2. ഇവിടെ ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. -Q2 ഇങ്ങോട്ടാണ് വരുന്നത്. ഇതാണ് F2. ഇനി നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഫോഴ്സാണ് വലുത്? Q രണ്ടിലും കോൺസ്റ്റൻ്റ് ആണല്ലോ, ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജാണ്. അപ്പോൾ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ? ഇലക്ട്രിക് ഫീൽഡിനാണ്. ഇവിടെ ഏത് ഇലക്ട്രിക് ഫീൽഡാണ് കൂടുതൽ? ഒന്നാമത്തെ ചാർജിൻ്റെ മേലുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് കൂടുതലുള്ളത്. ഓക്കെ, F1 ഗ്രേറ്റർ ദാൻ F2 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് കൂടുതൽ? അങ്ങോട്ടാണ്. ആ ഡയറക്ഷനിലെ ഫോഴ്സാണ് F1. അപ്പോൾ ആ ഫോഴ്സ് കൂടുതൽ കാരണത്താൽ അങ്ങോട്ടാണ് ഈ ഡൈപോൾ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്താ? ടുവാർഡ്സ് ദ റൈറ്റ് സൈഡ്
towards the right side as its potential energy will decrease. അല്ലേ, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓപ്ഷൻ 2 ആണ്. പൊട്ടൻഷ്യൽ ഡിക്രീസ്, ചാർജ് മൂവ് ചെയ്യുന്ന എപ്പോഴും എങ്ങോട്ടാണ്, പൊട്ടൻഷ്യൽ എനർജി മിനിമം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് എന്തിനാണ്, പൊട്ടൻഷ്യൽ എനർജി മിനിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മൂവ് ചെയ്യുന്ന നമുക്കറിയാലോ, സെല്ലിൻ്റെ ബേസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ നെഗറ്റീവ് പൊട്ടൻഷ്യലിന് പോസിറ്റീവ് പൊട്ടൻഷ്യലില്ല. കാരണം നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്, കുറയാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവിലോട്ട് പോകുന്നത്. അതേപോലെ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ 2 ആണ് വരുന്നത്, ടുവാർഡ്സ് ദ റൈറ്റ് സൈഡ്, അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ്. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ബി ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ ആണ് കാണേണ്ടത് കേട്ടോ. എ സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ് ആണല്ലോ, സെനർ ഡയോഡ് കണക്ട് ചെയ്യുന്ന റിവേഴ്സ് ബയാസിലാണ്. വെൻ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ, സെനർ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ബി എന്താ പറയുന്നത്, ദ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 വോൾട്ട് ടു 0.3 വോൾട്ട്. അല്ല, അത് ഫിക്സ്ഡ് അല്ല, 0.7 ഒക്കെ കിട്ടുന്നുണ്ട്. സിലിക്കൺ ജെർമേനി, അത് ഓരോൻ്റെ കേസിൽ ഓരോന്നാണ് ബാരിയർ പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പോൾ 0.3 അല്ല 0.7 വരുന്നതൊക്കെ ഉണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ കറക്റ്റാണ്, ബി തെറ്റാണ്. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്, എ ഈസ് കറക്റ്റ്, ബി ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 3 ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, a screw gauge gives the following readings when used to measure the diameter of the wire. അതായത് ഡയമീറ്റർ മെഷർ ചെയ്യാൻ സ്ക്രൂ ഗേജ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിങ് 0 mm ആണ്, സർക്കുലർ സ്കെയിൽ റീഡിംഗ് ആണ് 52 ഡിവിഷൻസ് ആണ്. ഗിവൺ ദാറ്റ് 1 mm ഓൺ ദ മെയിൻ സ്കെയിൽ കറസ്പോണ്ട് ടു 100 ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ ഫൈനൽ റീഡിംഗ് അല്ലെങ്കിൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MSR, ഒബ്സർവ്ഡ് MSR പ്ലസ് ഒബ്സർവ്ഡ് HSR ഇൻറ്റു LC മൈനസ് 0 എറർ എന്നാണ് പഠിച്ചിട്ടുണ്ടാവാം, 0 എറർ. അപ്പോൾ ഇവിടെ MSRൻ്റെ വാല്യൂ 0 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, പ്ലസ് HSR എത്ര 52 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കാണുന്നത്, ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താ, 1 MSD ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ അല്ലെങ്കിൽ സർക്കുലർ സ്കെയിൽ. ഇവിടെ എന്ത് വരും, നമ്പർ ഓഫ് ഡിവിഷൻ പറഞ്ഞാൽ 100 ആണ്. 1 millimeter ഡിവൈഡ് ബൈ 100 എന്ന് വരും, 1 millimeter ഡിവൈഡ് ബൈ 100. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 0.01 millimeter ആണ് കിട്ടിയിട്ടുള്ളത്. സോ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.01 millimeter. സോ 0 എറർ ഇവിടെ തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് നമുക്ക് 0 എന്ന് എഴുതാം. സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 0.52 millimeter. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർക്ക് മാറ്റുമ്പോൾ നമുക്ക് ആൻസർ അറിയാം 0.052 millimeter ആണ്. സോറി, സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ 10⁻⁻1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ്, an inductor of inductance L, a capacitor of capacitance C and resistor of resistance are connected in series to an AC source of potential difference V volt as shown in figure. ഫിഗർ കാണിച്ചേക്കുന്നത് മൂന്നും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ക്രോസ് ആയിട്ട് V എന്നുള്ളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് LCR ഈസ് 40 വോൾട്ട്, 10 വോൾട്ട് ആൻഡ് 40 വോൾട്ട്. ഇവിടെ ഓരോന്ന് തന്നിട്ടുണ്ടല്ലോ. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് 40 വോൾട്ട്, കപ്പാസിറ്റർ അക്രോസ് ആയിട്ട് 10 വോൾട്ട്, റെസിസ്റ്റർ അക്രോസ് ആയിട്ട് 40 വോൾട്ട്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ LCR സർക്യൂട്ട് ഇസ് 10 ആംപിയർ. 10√2 ഉണ്ട്, 10√2 ഉണ്ട് കേട്ടോ, 10√2 ആംപിയർ. ദ ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇംപിഡൻസ് ആണ്. ഓക്കെ, നമുക്ക് അറിയുന്നത് ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന VRMS. ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, √VR² പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ LCR സർക്യൂട്ടിൻ്റെ അപ്ലൈ ചെയ്ത VRMS വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി VRMSൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, IRMS ഇൻറ്റു Z എന്ന് എഴുതാം ആണല്ലോ. IRMS ഇൻറ്റു Z ഈക്വൽ ടു √VRൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VR എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ 40² പ്ലസ് ഇവിടെ VL മൈനസ് VC 40 മൈനസ് 10 എന്ന് പറയുമ്പോൾ 30² IRMSന് പകരം ക്വസ്റ്റ്യനിൽ തന്നത് I0 ആണ്. അപ്പോൾ I0/√2 ആണല്ലോ നമ്മൾ IRMS എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന്
IRMSൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ I0/√2 വരുമ്പോൾ IRMS ഈക്വൽ ടു I0യുടെ വാല്യൂ 10 ഡിവൈഡ് ബൈ √2 ആണ്, 10 ഇൻറ്റു √2 ആണ്. ഡിവൈഡ് ബൈ √2 വരുമ്പോൾ നിങ്ങൾക്ക് 10 ആണ് ആൻസർ കിട്ടുന്നത് IRMS. സോ ഇതിൽ നിന്ന് ആൻസർ വരുമ്പോൾ 10 ഇൻറ്റു Z ഈക്വൽ ടു ഇത് റൂട്ട് ഓഫ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്ലസ്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 50 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ Z ഈക്വൽ ടു 50/10 ഈക്വൽ ടു 5 Ohm. നമ്മുടെ ഓപ്ഷൻ വരുന്നത് 5 Ohm ആണ് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E. ഇവിടെ E എന്ന് കാണിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് E. In the space between the plates, if the distance between the plates is d and the area of each plate is a, the energy stored in the capacitor is. രണ്ട് രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനർജി ഡെൻസിറ്റി എന്താ 1/2 ε0 E² ആണ്. ഇങ്ങനെ ചെയ്ത അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് ആട്ടോ, ഇത് എനർജിയാണ്. എനർജി E ഈക്വൽ ടു 1/2 ഇൻറ്റു ε0 ഇൻറ്റു E² ഇൻറ്റു എനർജി ഡെൻസിറ്റി ആണ്. സോ ഇവിടെ വോളിയം എന്നാണ് വരിക കേട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണല്ലോ നമ്മൾ എഴുതുന്നത്, വോളിയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഏരിയ ഇൻറ്റു അവക്കിടെയുള്ള ഡിസ്റ്റൻസ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് 1/2 ε0 E² AD. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. അതല്ലെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞാൽ എനർജി E ഈക്വൽ ടു 1/2 CV² വെച്ചിട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇത് ആൻസറിൽ എത്താൻ പറ്റും. 29. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓഫ് വേവ് ലെങ്ത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വേവ് ലെങ്ത് ലാംഡ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് സർഫസ് ഓഫ് നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ ഇഫ് M mass is of photoelectron emitted from the surface has de Broglie wavelength. ഇവിടെ ക്വസ്റ്റ്യനിൽ ലാംഡ ഡി ഉണ്ട് കേട്ടോ. ദെൻ അപ്പോൾ ലാംഡയും ലാംഡ ഡിയും നമ്മളുടെ റിലേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയുന്നത് നമ്മുടെ ഏത് കേസ് വെച്ചിട്ട് വരും, നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് പറയാൻ പോകണേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്, അത് നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ ആണ്. എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് Hν ഈക്വൽ ടു hc/λ അല്ലെങ്കിൽ hν ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി എന്നുള്ളതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ hc/λ ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ നെഗ്ലിജിബിൾ ആണ്, ഒഴിവാക്കി. ഇനി കൈനറ്റിക് എനർജിയുടെ സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, കൈനറ്റിക് എനർജി ഈക്വൽ ടു അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു P²/2m ആണല്ലോ. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ P തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡി ബ്രോഗ്ലി ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ അതിന് അസോസിയേറ്റ് ഉണ്ടാകുന്ന വേവാണ് ഇലക്ട്രോൺ വേവ്. ഇലക്ട്രോൺ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു h/p ആണ്. അപ്പോൾ ഇവിടെ ലാംഡ ഡി എന്ന് എടുക്കാനാണ് ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിനെ പറഞ്ഞിട്ടുള്ളത്. പിയുടെ സ്ഥാനത്ത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഇക്വേഷൻ എഴുതാം? h/√2m/ke എന്ന് എഴുതാമല്ലോ. സോ നമുക്ക് കാൽക്കുലേറ്റ് Ke max ആണ്. സോ ഇവിടെ Ke max ഈക്വൽ ടു എന്ത് കിട്ടും? Ke max ഈക്വൽ ടു ഇതിൽ നിന്ന് Ke max ഈക്വൽ ടു h² ഡിവൈഡഡ് ബൈ 2m ലാംഡ d². ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ hc/λ ഈക്വൽ ടു h² ഡിവൈഡഡ് ബൈ h² നെഗ്ലിജിബിൾ ആണ് 5 കേട്ടോ, ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 2m ലാംഡ d². ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു അല്ലെങ്കിൽ ലാംഡ ഡി ഈക്വൽ ടു ഇത് രണ്ടാണ് ഓപ്ഷൻ ഉള്ളത്. ഇതിൽ നിന്ന് ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ കാണുകയാണെങ്കിൽ ലാംഡ ഈക്വൽ ടു hc, ഒരു h ക്യാൻസൽ ചെയ്തു കേട്ടോ. നമുക്ക് ഇവിടെ ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ ഉള്ളത്? 2mc ലാംഡ d² ഡിവൈഡഡ് ബൈ h. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 2mc ഡിവൈഡ് ബൈ h ഇൻറ്റു ലാംഡ d². സോ നമ്മുടെ ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ആംഗിൾ ഓഫ് എമർജൻസ് ഫ്രം ദ പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ഈസ്. ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ഉണ്ട്, √3 തന്നിട്ടുണ്ട് കേട്ടോ. ഈസ് √3. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് ഈ ഒരു
ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇൻസിഡന്റ് റേ വരുന്നത്. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ നോർമലായിട്ട് വരുന്നവർക്ക് എന്തില്ല, റിഫ്രാക്ഷൻ നടക്കൂല. അത് നേരെ ഇങ്ങോട്ട് ഈ ഫേസിലെത്തും. ഈ ഫേസിലെത്തിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ബെൻഡ് ചെയ്യുന്നത് എങ്ങോട്ട് ചോദിച്ചാൽ ആ സർഫസ് നമ്മൾ നോർമൽ വരക്കണം. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് വരും അല്ലേ, ഇങ്ങനെ വന്ന്. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് എമർജൻറ്റ് ഇ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഈ ഒരു ഫേസിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആണ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷനാണ് ഇവിടെ എമർജൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതറിയാലോ അല്ലേ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ഇങ്ങോട്ട് എവേ ഫ്രം ദായിട്ട് മാറുമെന്ന് പറയാം. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇ ആണ്. അപ്പോൾ ആറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മീൻസ് അതാണ് ഇ. അപ്പോൾ നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഇതാണ് ഫസ്റ്റ് മീഡിയം, ഇതാണ് സെക്കൻഡ് മീഡിയം. സെക്കൻഡ് മീഡിയം എയർ ആണ്. എയർ ആയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര എഴുതാം, 1 എഴുതാം. അപ്പോൾ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആർ അല്ലെങ്കിൽ ഇ ഈക്വൽ ടു N2 ബൈ 1/√2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ √3. അപ്പോൾ നമുക്കിനി ഐ അറിയണം. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത് വരച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ആംഗിൾ 60 ആയതുകൊണ്ട് ഇതും എത്ര വരിക, 60 വരും. ഇത് 90 വരും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 30 അല്ലേ വരുന്നത്. ഇത് 60 ആയതുകൊണ്ട് ഇത് 60, സോ ഇത് 90. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 30 വരിക കേട്ടോ. അപ്പോൾ സൈൻ 30 ഇൻറ്റു √3 ഈക്വൽ ടു സൈൻ ആർ എന്ന് കിട്ടി. സോ സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. 1/2 ഇൻറ്റു √3 ആണല്ലോ. ഇതാണ് സൈൻ ആർ കിട്ടിയിട്ടുള്ളത്. എങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്, സൈൻ ആർ ഈക്വൽ ടു 60 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ആർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് √3/2 60 കിട്ടും കേട്ടോ. നെക്സ്റ്റ്, ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. ഇങ്ങനെ കണക്ഷൻ തന്നിട്ട് ഇത് ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഈ കപ്പാസിറ്റർ ഷോർട്ടായിട്ട് മാറും. കാരണം എന്താ, ഈ ഒരു പോയിന്റിൽ നിന്നാണല്ലോ, സപ്പോസ് ഈ പോയിന്റ് നിന്നാണല്ലോ ഇങ്ങോട്ടും. അപ്പോൾ ഈ പോയിന്റ് പറഞ്ഞാൽ സെയിം ആണെങ്കിൽ ആ ഭാഗങ്ങൾ നോക്കണ്ട, അത് ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റർ മാത്രമേ നോക്കണ്ടുള്ളൂ. ഈ രണ്ട് കപ്പാസിറ്റർ പാരലലാണ്. പാരലാണെങ്കിൽ ഇക്വാലൻ്റ് പറഞ്ഞാൽ CP പാരലൽ ആയതുകൊണ്ട് C1 + C2 ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ 2C എന്നാണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓപ്ഷൻ 2. നെക്സ്റ്റ്, ഈ ഫോഴ്സ് F, ആക്സലറേഷൻ A ആൻഡ് ടൈം T ആർ ചൂസൺ ആസ് ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എനർജി. അപ്പോൾ എന്താ, എനർജിക്കാണ് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എനർജിയുടെ ഡയമെൻഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് റേസ് ടു X, അതേപോലെ ആക്സലറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ A റേസ് ടു Y, ദെൻ ടൈമിന് T റേസ് ടു Z. നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ജനറൽ മെത്തേഡിലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ്. ആദ്യം ആരെയാണ് റിലേറ്റ് ചെയ്യുന്നത് വെച്ച് എഴുതി. ഇനി എനർജിയുടെ ഡയമെൻഷൻ അവിടെ കൊടുക്കുക. ml² T റേസ് ടു -2 ഈക്വൽ ടു ഫോഴ്സിൻ്റെ എന്താ, mlt റേസ് ടു -2 ഓൾ റേസ് ടു X. ഏടത് ആക്സലറേഷൻ ആണ്, LT റേസ് ടു - ഓൾ റേസ് ടു Y. ദെൻ ടൈം T തന്നെയാണ്, T റേസ് ടു Z. ഇനി സിംപ്ലിഫൈ ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. ഇവിടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പം ആദ്യം എമ്മിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പവർ 1 ആണ്. ഇവിടെ എത്ര വരുന്നത്, ഈ ഭാഗത്ത് m റേസ് ടു X. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത് ഇക്വേറ്റ് ചെയ്യുന്നത് എല്ലിൻ്റെ പവേഴ്സാണ്. ഇവിടെ എല്ലിൻ്റെ പവർ 2 ആണ്. ഇവിടെയോ, ഇവിടെ L റേസ് ടു X ഉണ്ട്, ഇവിടെ L റേസ് ടു Y ഉണ്ട്. അപ്പോൾ X + Y ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, വൈയുടെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടെത്താം. Y ഈക്വൽ ടു 2 - X ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 2 - X പറയുമ്പോൾ 2 - 1. സോ 1 ആൻസർ കിട്ടി. ഇനി ഇതേപോലെ ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ -2 ഈക്വൽ ടു, ഇവിടെ ടിയുടെ -2x ഉണ്ട്, ഇവിടെ -2y ഉണ്ട്, ഇവിടെ +z ഉണ്ട്. സോ എല്ലാത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. -2 ഈക്വൽ ടു -2, എക്സിൻ്റെ വാല്യൂ 1 ആണല്ലോ, വൈയുടെ വാല്യൂ 1 ആണ്, +z. സോ ഇവിടുത്തെ ചെയ്യുമ്പോൾ -4 ആയി, -4 +4 ആയി. അപ്പോൾ ഇത് 2 എന്ന് വരും കേട്ടോ. ഇവിടെ 2 എന്ന് വരും. ഇവിടെ -2 ഉണ്ടാവും, -4 കഴിയുമ്പോൾ +4 ആയി, ഈക്വൽ ടു Z ആയി. ഇതിന് Z ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ എക്സും വൈയും Z ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, F റേസ് ടു X. എക്സിൻ്റെ വാല്യൂ എത്ര, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
അപ്പോൾ എഫ് റേസ് ടു എക്സിൻ്റെ വാല്യൂ 1, എയുടെ വാല്യൂ 1, എയുടെ റേസ് ടു വൈ, വൈയുടെ വാല്യൂ 1 ആണ്. ടി റേസ് ടു സെഡ്, സെഡിൻ്റെ വാല്യൂ 2. എന്താ വരുന്നത്? എഫ് റേസ് ടു 1, എ റേസ് ടു 1, ടി റേസ് ടു 2. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cup of coffee cools from 90 degrees Celsius to 80 degrees Celsius in T minutes when the room temperature is 20 degrees Celsius. മനസ്സിലായല്ലോ? 90 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 20 ഡിഗ്രി സെൽഷ്യസ്ക്ക് എത്താൻ ടി സെക്കൻഡ് എടുത്തിട്ടുണ്ട്, ടി മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സറൗണ്ടിങ്സ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ ടൈം ടേക്കൺ ബൈ ദ സിമിലർ കപ്പ് ഓഫ് കോഫി ടു കൂൾ ഫ്രം 8 ഡിഗ്രി സെൽഷ്യസ് ടു 60 ഡിഗ്രി സെൽഷ്യസ്ക്ക് എത്താൻ അതേ സെയിം റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ച് ചെയ്യാനേ ഉള്ളൂ. നമുക്കറിയാം ഇക്വേഷൻ ഏതാ? T1 മൈനസ് T2 ഡിവൈഡ് ബൈ ടി പ്രൊപ്പോർഷണൽ ടു T1 പ്ലസ് T2 ഡിവൈഡ് ബൈ 2 മൈനസ് T0. ഇതാണല്ലോ നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ട് കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇനിഷ്യൽ എത്രയാണ്? T1 90, T2 80. അപ്പോൾ എത്ര വരുന്നത്? 10/T മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊപ്പോർഷണൽ ടു T1 പ്ലസ് T2 ബൈ 2, 90 പ്ലസ് 80 എത്ര? 170 വരും. 170/2 എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 85 വരും. -20. സോ നിങ്ങൾക്ക് ആൻസർ എന്ന് പറയുന്നത് 85 - 20 എന്ന് പറഞ്ഞാൽ 65 വരും. 65. ഇതാണ് ഒന്നാമത്തെ റിലേഷൻ കേട്ടോ. രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് 80 60 എത്താൻ 80 60 പറയുമ്പോൾ എത്ര ടെമ്പറേച്ചർ? 20 വരും. 80 - 60 20 ഡിവൈഡ് ബൈ ടി ഡാഷ് എന്ന് എടുക്കുന്നുണ്ട്. പ്രൊപ്പോർഷണൽ ടു പറഞ്ഞോ 80 + 60 ആണ് 130 വരും ആണല്ലോ. 80 + 6 പറയുമ്പോൾ 140 വരും. 140/2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 7 ആണ് കിട്ടുന്നത്. അപ്പോൾ 70 - 20 എത്ര? ആൻസർ 50. ക്വസ്റ്റ്യൻ നമ്പർ 2. സോ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് നമ്മൾ ആൻസറിൽ എത്താൻ പോവാണ്. നമുക്ക് കാൽക്കുലേറ്റ് ടി ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 10 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 10 ടി ഡാഷ് ബൈ 20 ഈക്വൽ ടു 65 ഡിവൈഡഡ് ബൈ 50. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാൻസൽ 1/2 ഉണ്ട്. ടി ഡാഷ് ഈക്വൽ ടു 65 ബൈ പറയുമ്പോൾ ഇവിടെ 13 വരും. 13/10. സോ 26 ഡിവൈഡ് ബൈ 10 ഇൻറ്റു ടി. 26/10 എന്ന് പറയുമ്പോൾ 13 ഡിവൈഡ് ബൈ 5. 13 ഡിവൈഡ് ബൈ 5 ഇൻറ്റു ടി. ഓപ്ഷൻ നിങ്ങൾക്ക് 2 ആണ് ആൻസർ വരുന്നത് കേട്ടോ. 26/10 ചെറുതാക്കുന്ന സമയത്ത് 13 ഡിവൈഡ് ബൈ 10 5 കിട്ടും ഇൻറ്റു ടി. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 2 ആണ്. നെക്സ്റ്റ്. The effective resistance of a parallel connection that consists of 4 wires of equal length, equal area of cross section ആണ് വരുന്നത് കേട്ടോ. ആൻഡ് സെയിം മെറ്റീരിയൽ ഈസ് 0.25. ഇത് ഓം ആയിരിക്കും ക്വസ്റ്റ്യന്. ഇത് ഓം ആയിരിക്കും. വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്? സീരീസായി കണക്ട് ചെയ്ത RS ഈക്വൽ ടു ഒരേപോലത്തെ റെസിസ്റ്റേഴ്സാണ്. ഒരേപോലത്തെ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുമ്പോൾ എന്താ ആൻസർ വരുന്നത്? N × R1. ഇതാണല്ലോ ഇക്വേഷന്. സോ നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ ഇവിടെ 4 ആണ് പറഞ്ഞിട്ടുണ്ട്. 4R1. ഇനി ഇതാണ് നമുക്ക് RSൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൽ R1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് RS കിട്ടുന്നത്. സോ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കോമ്പിനേഷനായി നടത്തുന്ന സിറ്റുവേഷനിൽ RP ഈക്വൽ ടു R/N. നിങ്ങൾക്ക് അറിയാലോ N ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്താൽ R/N ആണ്. സോ അവിടെ ഇക്വേഷൻ തരും 0.25 ഈക്വൽ ടു R/4. സോ നിങ്ങൾക്ക് ആൻസർ ഇവിടെ 1 കിട്ടുന്നുണ്ട്. ഈക്വൽ ടു R1 കേട്ടോ. സോ R1ൻ്റെ വാല്യൂ ഇവിടെ 4 × 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഓം ആണ് ആൻസർ വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ. ക്ലിയർ? The number of photons per second on average emitted by the source of monochromatic light of wavelength 600 nanometer. When it delivers the power of 3.3 × 10⁻³ watt will be. ഓക്കെ, ക്വസ്റ്റ്യനിൽ കണ്ടെത്തുന്ന നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് N/T ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞാൽ HNU ആണ്, അല്ലെങ്കിൽ hc/λ ആണ്. ഇവിടെ വേവ് ലെങ്ത് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ hc/λ. ഇനി പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം ആണല്ലോ. അപ്പോൾ ഇവിടെ പവർ എത്ര വരുന്നത് hc/λ/t. ഇവിടെ n നമ്പർ ഓഫ് h ആണ്, n നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് അധികം എന്ത് ചെയ്യുന്നത് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് hc/λ. അങ്ങനെയാണെങ്കിൽ n നമ്പർ ഓഫ് ഫോട്ടോൺ ഉണ്ടാകുമ്പോൾ nhc/λ ഡിവൈഡ് ബൈ ടി ചെയ്താൽ ടോട്ടൽ പവറായി മാറി. നമുക്ക് ഇതിൽ നിന്ന് n/t കാൽക്കുലേറ്റ് ചെയ്യണം. n/t കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ p λ ഡിവൈഡ് ബൈ hc. പവർ എത്ര 3.3 ഇൻറ്റു 10⁻³ ഇൻറ്റു ലാംഡ പറയുമ്പോൾ 600 നാനോമീറ്റർ ആട്ടോ. അപ്പോൾ 600 ഇൻറ്റു 10⁻⁻9 ഡിവൈഡഡ് ബൈ HCയുടെ വാല്യൂ എത്ര 2 ഇൻറ്റു 10⁻⁻, നമുക്ക് കിട്ടുന്നത് 25 ആണ്. ഓക്കെ, യൂണിറ്റിലാകുമ്പോൾ കേട്ടോ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് n/tയുടെ വാല്യൂ കിട്ടുന്നത് 10⁻60 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 3 റെസിസ്റ്റേഴ്സ് ഹാവിംഗ് റെസിസ്റ്റൻസ് R1 and R2 and R3 are connected as shown in the given circuit. The ratio of, നമ്മുടെ കുറേ ടേംസ് സൈലൻ്റ് ആയി കിടക്കണ്ടേ, I3/I1, ratio of I3/I1 of current in terms of resistance used in the circuit is. സർക്യൂട്ട് കിടക്കുന്നത് ഇങ്ങനെയാട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കറണ്ടാണ് I1, ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് R1, ഇങ്ങോട്ട് കറണ്ട് I2, ഇവിടുത്തെ റെസിസ്റ്റൻസ് R2, I3 എന്നുള്ള കറണ്ട് R3. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട I3/I1 ആണ്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും I1 എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത I1 ആണ് ഇവിടുന്ന് ആരൊക്കെയായിട്ട് മാറുന്നത് I2 ഉം I3 ആയിട്ട് മാറുന്നത്. അപ്പോൾ I2 + I3 ആണല്ലോ, ഇതാണ് ഒരു റിലേഷന്. I1 എന്നുള്ള കറണ്ട് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ I2 I3 ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് അവിടുത്തെ കണക്ഷൻ വരുന്നത്. ഇനി ഇത് രണ്ടും പാരലായിട്ടാണല്ലോ, പാരലാണെങ്കിൽ അവർക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം അല്ലേ. അപ്പോൾ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് V2, ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് V3 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, പാരലാണെങ്കിൽ V1 = V2 = V3 ആണ്. ഓംസ് ലോ അനുസരിച്ച് V = IR. അപ്പോൾ I1 R, ഇവിടെ I2 ആണ്, I2 R2 = I3 R3. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് I3/I1 റിലേഷൻ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ നമുക്ക് I2ന് ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ I2 = I3 R3 ഡിവൈഡഡ് ബൈ R2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറിലെത്താം. I1 = I3 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് I3. സോ ഇവിടെ I1 = I3 പുറത്തിറങ്ങുകയാണെങ്കിൽ ഇവിടെ എന്താ ആൻസർ വരുന്നത് R3/R2 + 1. സോ I1 = I3 ഇൻറ്റു ആൻസർ R2 + R3 ഡിവൈഡഡ് ബൈ R2 എന്ന് കിട്ടി. സോ I3/I1 ആണല്ലോ ഇക്വേഷൻ കണ്ട. I3/I1 ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ R2 ഡിവൈഡഡ് ബൈ R2 + R3. സോ R2 ഡിവൈഡഡ് ബൈ R2 + R3. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് F എന്ന് പറയുന്നത് എത്രയാണ് 30 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അത് പോസിറ്റീവ് ആയിരിക്കും, കാരണം കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. ഇനി ഒബ്ജക്റ്റ് നിൽക്കുന്നത് 60 സെൻറ്റിമീറ്ററിലാണ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത് 60 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് -60 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എ പ്ലെയിൻ മിറർ were put perpendicular to the principal axis of the lens and the distance of 40 centimeter from it. അപ്പോൾ ഈ ലെൻസിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ മാറിയിട്ട് പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്. ഫൈനൽ ഇമേജ് വുഡ് ബി ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. ഫൈനൽ ഇമേജ് അവിടെ ഫോം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഈ ലെൻസിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ ലെൻസിൻ്റെ
ലോട്ട് വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ, ആ റേ ഇതിൽ തട്ടിയിട്ട് അതെന്ത് ചെയ്യും, കൺവേർജിന് ശേഷം എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. സപ്പോസ് ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തതെന്ന് കരുതിക്കോ. പ്ലെയിൻ മിറർ വെച്ചിട്ടില്ല കേട്ടോ, വെക്കുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണല്ലോ വി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. 1/f = 1/v - 1/u ആണ്. നമുക്ക് 1/v = 1/f + 1/u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ 1/f = 1/30 പ്ലസ് മൈനസ് ആയിട്ട് മാറും 1/60. സോ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് മാറുമ്പോൾ 1/60 എന്ന് വരും. 1/v ആണ് ഇത് കേട്ടോ, 1/v ആണ് ഇവിടെ വേണ്ടത്, 1/v ആണ്. 1/v = 1/30 - 1/60 = 1/60 കിട്ടും ആണല്ലോ, കോമൺ ഡിനോമിനേറ്റർ ആയി മാറ്റും. സോ v = 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള 60 സെൻറ്റിമീറ്റർ ആണ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്ലെയിൻ മിറർ അവിടെ വെച്ച് കൊടുക്കുന്നത്. പ്ലെയിൻ മിറർ വെക്കുന്നതോട് കൂടി ഒന്നാമത്തതിൻ്റെ ഇമേജ് ആയിരിക്കും രണ്ടാമത്തെ ഈ വെച്ചിട്ടുള്ള മിററിൻ്റെ വെർച്വൽ ഒബ്ജക്റ്റ്. ആ വെർച്വൽ ഇമേജ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്ര കാര്യമുള്ളൂ. ആ റേ ഇങ്ങോട്ട് വരുന്ന റേ ഇതിൽ തട്ട് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫൈനൽ ഇമേജ്, ഇത് ഐ ഡാഷ് എടുക്കുന്നുണ്ട്, ഫൈനൽ ഇമേജ് ഐ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വെർച്വൽ ഒബ്ജക്റ്റ് ആണ്. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും നിങ്ങൾക്ക് അറിയാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സാധാ മിററിൻ്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം. 1/f = 1/v + 1/u എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താൽ മതി. പ്ലെയിൻ മിററിൻ്റെ കേസിൽ എഫിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ആണ്, അപ്പോൾ ഈ ഭാഗം 0 ആണ്. സോ നിങ്ങൾക്ക് 1/v = 1/u ആണ് കിട്ടുന്നത്. 1/u = 1/v = -1/u കിട്ടുന്നത്. ഇനി ഇത്രയേ ഉള്ളൂ ഓർക്കാൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയി u. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ എത്ര കിട്ടിയിട്ടുള്ളത്? നേരത്തെ നമ്മൾ ടോട്ടലി v എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇവിടം വരെ 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് എത്രയുള്ളത്? ഇവിടുന്ന് ബാക്കി അങ്ങോട്ടുള്ളത് 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള 20 സെൻറ്റിമീറ്റർ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി? 1/v = -1/20 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ v = 20 - 20 സെൻറ്റിമീറ്റർ. മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സൈഡിലോട്ട് ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? 20 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ് ഇറ്റ് വുഡ് ബി റിയൽ ഇമേജ്. അതാണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ഇത് കറക്റ്റ് 20-ലാണല്ലോ ഫോം ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 20, ഇവിടുന്ന് ഇങ്ങോട്ടും 20 ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ് ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ടോട്ടലി 40 ആണല്ലോ, ഇവിടെ വരെയുള്ളത് നമുക്ക് 20 കിട്ടും, ബാക്കിയുള്ളതും 20 ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെൻസ് വുഡ് ബി എ റിയൽ ഇമേജ്. ഇത് റിയൽ ഇമേജാണ്. റിയൽ ഇമേജ് വരാൻ കാരണം എന്താ? നമ്മുടെ ഇവിടെ തട്ടി ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു റിയൽ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇമേജ് റിയൽ ഇമേജ് ആയിരിക്കും. നമുക്കറിയാം ഒബ്ജക്റ്റ് വെർച്വൽ ആണെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും. സോ നിങ്ങളുടെ ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ് ആൻസർ. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. നെക്സ്റ്റ്, for the given circuit the input digital signal are applied at the terminals A, B and C. What would be the output at the terminal Y? Question കണ്ടല്ലോ നമുക്ക് ഫിഗറിൽ. ഇവിടെ നോക്ക്, ABC ഇതാണ് 3 ഇൻപുട്ട് കേട്ടോ. ആ ഇൻപുട്ടിൻ്റെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി ഇവിടെ തന്നിട്ടുണ്ട്. 3 കേസും തന്നിട്ടുണ്ട്. ഇനി ഇത് ആൻഡ് ഗേറ്റ് ആണ്, ഇത് നാൻഡ് ഗേറ്റ് ആണ്. ഇതിൻ്റെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തേക്കാരം? A and B ആയിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ടോ A and B ഇൻവേഴ്സ് ആണ്. ഇനി ഈ ഇൻപുട്ടും ആണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിഷ്യലി എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ? A 0 ആണ്. അപ്പോൾ ഇത് 0, ബിയും 0, അപ്പോൾ ഇതും 0, ഈ ബിയും 0. സി എന്താ വരുന്നത്? 5 ആട്ടോ. ഇനിഷ്യലി 5 ആണ്. അപ്പോൾ ഇവിടെ 5 അല്ലെങ്കിൽ 1, 5 തന്നെ കൊടുക്കാം. സോ 0 × 0 ഇത് 0 ആയിട്ട് മാറി. ഇവിടെയോ 0 × 5 0 ആണ്. 0യുടെ ഇൻവേഴ്സ് പറഞ്ഞാൽ 1 ആണ് ആണല്ലോ. സോ നമ്മുടെ ഇനി 0യും 1ഉം ആണ്. ഇവിടെ 5 ഉദ്ദേശിച്ചത് 1 ആട്ടോ. 0 × 5 പറയുമ്പോൾ 0, അതിൻ്റെ ഇൻവേഴ്സ് പറയുമ്പോൾ 5 വരും. ഇവിടെ 2 വാല്യൂസ് പറഞ്ഞാൽ 0യും 5ഉം ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ 0, 1 എന്നല്ലേ പറയാറ്. അതിന് പകരം ഇവിടെ 0, 5 ആണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള വ്യത്യാസം. ഓക്കെ, ഇനി വരുന്നത് ഇത് 0, ഇത് 5. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ?
ഇവിടുന്ന് വരുന്നതും ആഡ് ചെയ്താൽ മതി. സോ 0 + 0 or 5 എന്നാണ് പറയേണ്ടത്. സോ ആൻസർ 5 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ഇൻപുട്ട് അതിൽ കൂടെ ഈ കാണുന്ന ഈ ഭാഗത്തുള്ള ഇൻപുട്ട് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടുന്നത്? 5 ഹൈ ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് ഹൈ വരുന്നത് ഒന്ന് ഇതും ഉള്ളത്. ഒന്ന് ഇതും ഉള്ളത്. ഇനി രണ്ടാമത്തെ കേസും കൂടെ നോക്കി ആൻസറിൽ എത്താൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്താ? ഇവിടുത്തെ വാല്യൂ നോക്കുകയാണേ. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടുത്തെ വാല്യൂ 5 ആണ്. ബിയുടെ കറസ്പോണ്ടിങ് 0 ആണ്. അപ്പോൾ ഇതും 0 ആയി. സിയുടെ കറസ്പോണ്ടിങ് 5 ആണ്. പറഞ്ഞോളൂ ഇവിടെ എന്താ വരുന്നത്? 5 × 0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. ഇവിടെ 0 × 5 0 ആണ്. അതിൻ്റെ ഇൻവേഴ്സ് പറയുമ്പോൾ 5 ആണ്. ഇനി ഈ 0യും 5ഉം ഇങ്ങോട്ട് വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 5 ആണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും 5 തന്നെ ആയിട്ട് മാറി. അപ്പോൾ രണ്ടാമത്തെ കേസിലും 5 കിട്ടുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. എപ്പോഴും 5 ആയിട്ട് മാറിയിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ്. A step-down transformer connected to an AC main supply of 220 volt is made to operate at 11 volt 44 watt lamp, ignoring power loss in the transformer. Power loss എന്ന് പറഞ്ഞാൽ ഐഡിയൽ ട്രാൻസ്ഫോമർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഐഡിയൽ ട്രാൻസ്ഫോമർ പറഞ്ഞാൽ ഇൻപുട്ടിലെ പവറും ഔട്ട്പുട്ടിലെ പവറും ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് ദ കറന്റ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട്? എന്ത് മനസ്സിലാക്കി? ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇൻപുട്ടിലെ പവറും പി എന്ന് പറയാം ഇൻപുട്ടിലെ പവർ കേട്ടോ. ഔട്ട്പുട്ടിലെ പവർ PS എന്ന് പറയാം. ഓക്കെ, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. മെയിൻ സപ്ലൈ ഓഫ് 220 വോൾട്ട് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റ് അറ്റ് 11 വോൾട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് 11 ആണ്. ഔട്ട്പുട്ടിലെ പവർ സെക്കൻഡറി ആണല്ലോ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ സെക്കൻഡറിയിലെ പവർ എന്ന് പറഞ്ഞാൽ 44 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇഗ്നോറിങ് പവർ ലോസ് ഇൻ ദ ട്രാൻസ്ഫോം. വാട്ട് ഈസ് ദ കറന്റ് ഇൻ ദ പ്രൈമറി? പ്രൈമറിയിലെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IP × VP ആണ് അല്ലേ. നമുക്ക് കാണേണ്ടത് IP ആണ്. IP = 44 ഡിവൈഡ് ബൈ പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ട് ആണല്ലോ. സോ അത് ചെയ്താൽ നിങ്ങൾക്ക് 0.2 ആണ് ആൻസർ കിട്ടുന്നത്. 0.2 എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ എത്ര വരും? 2 വരും. 2/10 അറിയുമ്പോൾ 0.2 വരും. ഓക്കെ, സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. നെക്സ്റ്റ്. എ യൂണിഫോം കണ്ടക്ടിങ് വയർ ഓഫ് ലെങ്ത് 12A and resistance R is wound up as current carrying coils in the shape of. അപ്പോൾ 12A എന്നുള്ള ലെങ്ത് ഉള്ള ഒരു വയറുണ്ട്. ആ വയറിനെ അതിന് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് A ആക്കി മാറ്റി. പിന്നെ A സ്ക്വയർ ഓഫ് സൈഡ് A എന്നുള്ളതായിട്ട് മാറ്റി. ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ കോയിൽ ഇൻ ഈച്ച് കേസ് റെസ്പെക്റ്റീവ്ലി ആർ. നിങ്ങൾക്കറിയാം കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽസ് ഏത് ഷേപ്പ് ആയിക്കോട്ടെ, സർക്കുലാർ, സ്ക്വയർ അല്ലെങ്കിൽ ട്രയാങ്കിൾ, ഏത് ഷേപ്പ് ആയിക്കോട്ടെ, കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പ് ആരാണ്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NIA ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ് ആണ്. I ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ്. A എന്ന് പറയുന്നതിന്റെ ഏരിയ ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. യൂണിഫോം കണ്ടക്ടിങ് വയർ ഓഫ് ലെങ്ത് 12A ആണ്. അപ്പോൾ ഇനിഷ്യലി ലെങ്ത് 12A ആണ്. ഇതാണ് ഇനിഷ്യലി നമ്മുടെ കയ്യിലുള്ള വയർ 12A. ഇനി അത് നമ്മൾ പിടിച്ച് ആരാക്കി മാറ്റണം? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് A. മനസ്സിലായല്ലോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് A ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ എത്ര ടോട്ടൽ ലെങ്ത് 3A വരുന്നുള്ളൂ. നമ്മുടെ ഈ കാണുന്ന വയറിനെ നമ്മൾ ആരാക്കി മാറി? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റുമ്പം ആകെ സൈഡുകളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3A വരുന്നുള്ളൂ. അപ്പോൾ ആകെ നമ്മുടെ കയ്യിൽ 12A ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ഒരു ട്രയാങ്കിളിൽ 3A ആകെ മാറ്റം വരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ലൂപ്പ് എത്രയാണ്? 4 ആണ്. നമ്പർ ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 3A പോലുള്ളത് നിങ്ങൾക്ക് 4 ലൂപ്പ് ഉണ്ടാക്കി മാറ്റാം. സോ ആ കേസിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M = എത്ര വരുന്നത്? 4 × I × കാരണം I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട കേട്ടോ, എല്ലാത്തിലും ചെയ്യണ്ട. A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആണ്. എന്താ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്? ½ BH × 2 വരും അല്ലേ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിൽ ഏരിയ എന്ന് പറയുമ്പോൾ ½ BH × 2. ഇവിടെ വരെ ½ BH, ഇവിടുന്ന് വരെ ½ BH, 2 × 2. അപ്പോൾ നിങ്ങളുടെ B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെയുള്ള സൈസ് ഉണ്ട് കേട്ടോ. അതെത്ര? A/2. ഇവിടെ മുതൽ ഇവിടം വരെ A/2. ഇവിടുന്ന് H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് H. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഡയറക്റ്റ് കൊടുത്താലും മതി. നോക്കാം എന്താ വരുന്നത്. H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H² = A² - A² / 4 വരും അല്ലെ, പൈതഗോറസ് അനുസരിച്ച്. സോ അതിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 3A² / 4 കിട്ടി. സോ റൂട്ട്
എച്ച് ഈക്വൽ ടു √3a/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ആൻസർ വരുന്നത് ഏരിയ എ ഈക്വൽ ടു ബിയുടെ സ്ഥാനത്ത് നമുക്കൊരു സൈഡ് ബി എന്ന് എടുക്കാം a/2 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞത് √3a/2. സോ ആൻസർ ഏതാ വരുന്നത്? ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ 4 ഇൻറ്റു ആദ്യം നമ്മൾ നോക്കുന്നത് 4 ഇൻറ്റു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു ഐ ഇൻറ്റു ഇവിടെ ഏരിയ പറഞ്ഞിട്ടുള്ളത് ഏരിയ എന്ന് പറയുന്നത് √3/4 ഇൻറ്റു a² അല്ലേ. 4 ക്യാൻസൽ ചെയ്താൽ √3ia². ഇതാണ് നമ്മുടെ ഇക്വലാറ്ററൽ ആംഗിൾ ആക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് √3ia². ഒരു ഓപ്ഷൻ √3ia². ഓക്കെ, √3ia² ആക്കി നമ്മൾ ചെക്ക് ചെയ്യണം ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അവിടെ ഏതോ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്തോ വന്നതാണ്. ഇനി അതേപോലെ നമ്മൾ ആരുടെ കേസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് സ്ക്വയർ ഓഫ് സൈഡ് എ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ക്വയർ ഓഫ് സൈഡ് എയും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. പറയുന്നത് നേരത്തെ ചെയ്ത അതേപോലെ ഇതാണ് നമ്മുടെ ഇനിഷ്യലി കയ്യിലുണ്ടായിരുന്നത്. അതിനെ സ്ക്വയർ ആക്കി മാറ്റിയിട്ടുണ്ട്. സൈഡ് എ ആണ്. അപ്പോൾ ഓരോ സൈഡ് എ വരുമ്പോൾ ടോട്ടൽ ലെങ്ത് പറഞ്ഞാൽ 4a വരുന്നുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ആകെ 12a ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 4a ആണ് പോകുന്നത് എങ്കിൽ 3 ആണ് നമുക്ക് നമ്പർ ഓഫ് ലൂപ്പ് കിട്ടുന്നത് കേട്ടോ. സോ നമ്മൾ വീണ്ടും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് m² കേസിൽ കേട്ടോ. ഇത് ഒരു കേസ് കഴിഞ്ഞല്ലോ. m² കേസിൽ NIA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n-ൻ്റെ വാല്യൂ 3 ആണ്. i ഇൻറ്റു a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരുന്നത് a² എന്നാണ് വരിക. അപ്പോൾ 3a², 3ia². അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. ഇതാണ് ആൻസർ. മേ ബി ഇത് √3 വരാനാണ് ചാൻസ്. √3ia². അപ്പോൾ അതായിരിക്കും ചാൻസ്. ബാക്കി അതാണ് കറക്റ്റ് വരുന്നത്. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻ ദ പ്രൊഡക്റ്റ് F ഈക്വൽ ടു QV ക്രോസ് ബി. ഇത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ്. QV ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ട്. വെലോസിറ്റി വെക്ടർ ഫോമിൽ Qയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഫോഴ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒക്കെ വെക്ടർ ഫോമിൽ സെപ്പറേറ്റ് ആക്കി തന്നേ ഉള്ളൂ. വാട്ട് വിൽ ബി ദ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഫോർ ബി? എങ്കിൽ ബിയുടെ വാല്യൂ എന്ത്? ബിയുടെ വാല്യൂ ആണ് BI ക്യാപ് BJ ക്യാപ് B0 K ക്യാപ് BI ക്യാപ് പ്ലസ് BJ ക്യാപ് പ്ലസ് B0 K ക്യാപ്. അപ്പോൾ അവിടെ ബിയുടെ വാല്യൂ B0യുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റി. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണേ. ഓക്കെ, നമുക്കറിയാലോ F ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് ബി ആണ് നമ്മുടെ ഇക്വേഷൻ. സോ നമ്മുടെ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4i ക്യാപ് മൈനസ് 20j ക്യാപ് പ്ലസ് 12k ക്യാപ് ഈക്വൽ ടു Qയുടെ വാല്യൂ 1 ആട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. സോ V ക്രോസ് ബി ചെയ്തേ പറ്റൂ. V ക്രോസ് ബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ i ക്യാപ് j ക്യാപ് k ക്യാപ്. പറഞ്ഞോ വിയുടെ വാല്യൂസ് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വി ക്വസ്റ്റ്യനിൽ പറഞ്ഞു 2, 4, 6ഉം ബിയുടെ വാല്യൂ B0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്ത് നമ്മുടെ ആൻസറിൽ എത്താൻ പറ്റും. നോക്കാം നമുക്ക്. ഇത് അതേപോലെ നിൽക്കട്ടെ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഡിറ്റർമിനൻ്റ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ 4B0 മൈനസ് 6B മൈനസ് ജെ ക്യാപ് ഇൻറ്റു പറഞ്ഞോ എന്താ വരുന്നത് 2B0 മൈനസ് 6B പ്ലസ് കെ ക്യാപ് ഇൻറ്റു ഇവിടെ വരുന്നത് 2B മൈനസ് 4B. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഉള്ളത് 4i ക്യാപ് മൈനസ് 20j ക്യാപ് പ്ലസ് 12k ക്യാപ്പാണ്. പ്ലസ് 12 ആട്ടോ. രണ്ട് സൈഡിൽ ഐ ക്യാപ്പ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടണമെന്ന് നോക്ക്. ഐ ക്യാപ്പ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 4 ഈക്വൽ ടു ഇവിടെ എത്രയുള്ളത് 4B0 മൈനസ് 6B. ഒരു ഇക്വേഷൻ നമ്പർ 1 കിടക്കട്ടെ. ഇനി അടുത്തത് ജെ ക്യാപ്പ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ -20 ഉള്ളത്. ഇവിടെ മൈനസ് പോയി 20 ഈക്വൽ ടു ഇവിടെ എത്ര വരുന്നത് 2B0 മൈനസ് 6B. ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ട് സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബിയും B0 കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരെണ്ണം ക്യാൻസൽ ചെയ്യാമല്ലോ. രണ്ട് ഇക്വേഷൻ ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും 4/20 വരും -16 വരും ഈക്വൽ ടു 4B0 മൈനസ് 2B0 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും 2B0 വരും. 2B0 ഇവിടെ -6B മൈനസ് പറയുമ്പോൾ 0 ആയിട്ട് പോയി. സോ ഇതിൽ നിന്ന് B0 ഈക്വൽ ടു -8 എന്ന് കിട്ടിയോ? അപ്പോൾ B0 കിട്ടി. ഇനി ആ B0 ഇതിൽ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് ബിയും കാൽക്കുലേറ്റ് ചെയ്യും. സപ്പോസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അപ്പോൾ 4 ഈക്വൽ ടു
4b0 4 into -8 b0യുടെ വാല്യൂ -6b. ഓക്കെ, ഇവിടെ എത്ര കിട്ടുന്നത് 32 കിട്ടും. 32 ഇങ്ങോട്ട് വരുമ്പോൾ +32 ആയിട്ട് മാറി, ഇവിടെ 36 ആയി. 36 = -6b. സോ b = -6 എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ b0യുടെ വാല്യൂ -8 ആണ്, ബിയുടെ വാല്യൂ -6 ആട്ടോ. അപ്പോൾ നമുക്ക് ആൻസർക്ക് എത്തുമ്പോൾ എന്ത് വരും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ബിയുടെ വാല്യൂ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? BI ക്യാപ് പ്ലസ് BJ ക്യാപ് പ്ലസ് B0K ക്യാപ്പ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -6I ക്യാപ് -6J ക്യാപ് -8K ക്യാപ് ഏതാ വരുന്നത്? ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 42. A particle moving in a circle of radius r with a uniform speed take at a time t to complete one revolution. If this particle were projected with the same speed at an angle theta ആണ് to the horizontal, the maximum height attained by it equal 4r. The angle of projection theta is given by theta ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, നമുക്ക് ഇക്വേഷൻ കൊടുക്കുക. ഇവിടെ ഒരു കൺസെപ്റ്റ് എന്നിട്ടുള്ളത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ u² sin² തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. അപ്പോൾ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് എങ്കിൽ ആദ്യം യും എച്ചും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യുടെ എച്ചിൻ്റെ വാല്യൂ 4r ആണ് തന്നിട്ടുണ്ട്. യു കാൽക്കുലേറ്റ് ചെയ്യണം. യു ആണ് വെലോസിറ്റി കേട്ടോ. അപ്പോൾ കൺസെപ്റ്റ് ഇതാണ്, സർക്കുലർ പാത്തിലൂടെ റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ഇവിടെ യു ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. u = 2πr ഡിവൈഡഡ് ബൈ ടി ആണല്ലോ. യു പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുമ്പോൾ 2πr ആണ് ഡിസ്റ്റൻസ്, അതിനടുത്ത ടൈം ടി ആണ്. അതെല്ലാം കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് 6 ആണ്, ടൈം പീരീഡ് ടി ആണ്. ഇനി അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസറിലോട്ട് പോവാണ്. ഓക്കെ, ഇവിടെ 4r ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എച്ചിൻ്റെ വാല്യൂ. യു എത്ര വരും? 4π² r² ഡിവൈഡ് ബൈ t², കാരണം u² ആണല്ലോ, ഇൻറ്റു sin² തീറ്റ ഡിവൈഡ് ബൈ 2g. ഇനി 4 ക്യാൻസൽ ചെയ്യും, 1 ക്യാൻസൽ ചെയ്യും, നമുക്ക് തീറ്റ അല്ലേ കാണേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് sin² തീറ്റ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താ കിട്ടുന്നത്? 2gt² ഡിവൈഡഡ് ബൈ π²r ആണല്ലോ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സൈൻ തീറ്റ ഈക്വൽ ടു അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ റൂട്ട് എടുക്കണം. 2gt² ബൈ π²r ഓൾ റൈസ് ടു ഹാഫ് റൂട്ട് എടുത്ത്. ഇനി തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2gt² ഡിവൈഡ് ബൈ π²r 2gt² ബൈ π²r ഓൾ റൈസ് ടു ഹാഫ്. അപ്പോൾ ദെൻ ഓപ്ഷൻ 4 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A series LCR circuit containing 5 Henry inductor 80 microfarad, അവിടെ മൈക്രോ ഉണ്ട്, 80 microfarad capacitor and 40 ohm resistor is connected to 230 volt variable frequency AC source. The angular frequencies of the source at which power transferred to the circuit is half the power at the resonant angular frequency are likely to be. അതായത് നമുക്ക് അറിയുന്ന കേസാണ്, റെസൊണൻസ് സർക്യൂട്ടാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ പവറും ഇവിടെ നിങ്ങളുടെ ആംഗുലാർ വെലോസിറ്റിയും വെച്ച് ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മാക്സിമം പവർ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ആംഗുലാർ വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസൊണൻസ് ഫ്രീക്വൻസി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹാഫ് പവർ എടുക്കുന്നത് p/2. ആ സമയത്ത് നിങ്ങൾക്ക് 2 ആംഗുലർ ഫ്രീക്വൻസി ഉണ്ട്, ω1 ആൻഡ് ω2. ഇതിൽ ω1 ω2 എന്ത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ω1 ഈക്വൽ ടു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഒമേഗ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിഫറൻസും ഡെൽറ്റ ഒമേഗ ആണെങ്കിൽ ω0 മൈനസ് ഡെൽറ്റ ഒമേഗയാണ് ആണല്ലോ. അതേപോലെ ω2 എന്ന് പറയുന്നതോ ω0 പ്ലസ് ഡെൽറ്റ ഒമേഗ. അപ്പോൾ നിങ്ങൾക്ക് ω0 കാൽക്കുലേറ്റ് ചെയ്യണം, ഇതേപോലെ ഡെൽറ്റ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആൻസറിൽ എത്താൻ പോകുന്നത്. ആദ്യം നമുക്ക് ω0യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ω0 എന്ന് പറയുന്നത് √LC ആണ്, 1/√LC ആണ് നിങ്ങൾക്ക് അറിയാം. അതേപോലെ ക്വാളിറ്റി ഫാക്ടറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ω0 ഡിവൈഡ് ബൈ 2 ഡെൽറ്റ ഒമേഗ. അതല്ല എങ്കിൽ
എക്സ് എൽ ഡിവൈഡ് ബൈ ആർ ഉണ്ട്. എക്സ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഒമേഗ ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എക്സ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഒമേഗ. അപ്പോൾ ഇവിടെ എന്ത് വരും? എൽ ഒമേഗ 0. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ 0 ക്യാൻസൽ ചെയ്യുക. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ 2L എന്ന് കിട്ടും. ആർ ഡിവൈഡ് ബൈ 2L ആണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ 2L കിട്ടി. സോ എല്ലാം കൂടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്യുക. ഒമേഗ 1 എന്ന് പറയുന്നത് ഒമേഗ 0യുടെ വാല്യൂ 1/√LC മൈനസ് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് R/2L. സോ നിങ്ങളുടെ ആൻസർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റൂട്ട് എല്ലിൻ്റെ വാല്യൂ 5 തന്നിട്ടുണ്ടായിരുന്നത്. ഇത് 80 മൈക്രോ ഫാരഡ് ആട്ടോ. അപ്പോൾ 10⁻⁻6 മൈനസ് ആർ ഇവിടെ 40 ആണ് ഡിവൈഡഡ് ബൈ 2 × 5. ഓക്കെ, ഇത് സോൾവ് ചെയ്യും. നിങ്ങൾക്ക് 400 വരും. 400 റൂട്ട് വരുമ്പോൾ 20 വരും. അപ്പോൾ 10⁻². അപ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ 20 മൈനസ് 40 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പം എറൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 1000 മൈനസ് 40 വരുമ്പോൾ 960 വരും. 960/20 നിങ്ങൾക്ക് എറൗണ്ട് കിട്ടുന്നത് നമ്മുടെ 46ൻ്റെ എറൗണ്ടാണ് കിട്ടുന്നത് കേട്ടോ. 46ൻ്റെ ആ സൈഡിലാണ് കിട്ടുന്നത്. 46 മീൻസ് 48 ആ റേഞ്ചിലാണ് കിട്ടും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അടുത്തുള്ള വാല്യൂ 46/s കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സെൻട്രൽ ഫ്രീക്വൻസിന്ന് ഇനി അടുത്ത അതേപോലെ ചെയ്യണമെന്നില്ല. സെൻട്രൽ ഫ്രീക്വൻസിന്ന് ഒരു പെർട്ടിക്കുലർ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ ω1 ആണെങ്കിൽ അതേ വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്? ω2 കിട്ടുന്നത്. അപ്പോൾ ω0 കൂടെ ഡെൽറ്റ ഒമേഗ മൈനസ് ഡെൽറ്റ ഒമേഗ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് നമ്മുടെ എന്ത് കിട്ടിയിട്ടുള്ളത്? ഒരു അറൗണ്ട് 48, ഏകദേശം 48ൻ്റെ റേഞ്ചിലാണ് കിട്ടുന്നത് rad/s. ഇനി അതേപോലെ നമ്മുടെ ω2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ω2 ഈക്വൽ ടു ω0 പ്ലസ് ഡെൽറ്റ ഒമേഗ ആണ്. ഇത് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഓപ്ഷനിൽ ആകെ ഒരു വാല്യൂ ആണ് 46 അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആൻസർ 54 ആണ് കിട്ടുന്നത്. ഓക്കെ കേട്ടോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ω0യുടെ വാല്യൂ 1/√LC പ്ലസ് ഡെൽറ്റ ഒമേഗ R/2L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് 54 റേഞ്ചിലാണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം എ സർക്കുലർ റിംഗ് ഓഫ് മാസ് M. ഓക്കെ, ഇനിഷ്യലി റിങ്ങിൻ്റെ മാസ് M ആണ്, റേഡിയസ് R ആണ്. ആൻഡ് R കറസ്പോണ്ടിങ് ടു എ 90° സെക്ടർ ഈസ് റിമൂവ്ഡ്. ഓക്കെ, ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ റിംഗ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ദ പ്ലെയിൻ ഓഫ് ദ റിംഗ് K times mr². Then the value of K is. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ കയ്യിൽ ഒരു ഫുൾ റിംഗ് ആണുള്ളത്. അപ്പോൾ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ റേഡിയസ് ആറും മാസ് എമ്മും ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I ഈക്വൽ ടു mr² ആണ് നമുക്കറിയാം. ഇനി ഇതിലൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. 90° വരുന്ന ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. സർക്കിള് 90° വരുമ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തിന് മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് I'. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I' ഇക്വേഷൻ വരും m'(r²). റേഡിയസിന് മാറ്റമില്ല, m'(r²). ബാക്കിയുള്ള മാസ് എം ഇനിഷ്യലി എം ആണെങ്കിൽ അതിൽ 1/4 മാസ് പോയി. ബാക്കിയുള്ള മാസ് എത്രയാണ്? 3/4 mr². സോ നമുക്ക് എന്ത് കിട്ടി? I' ഈക്വൽ ടു 3/4 I എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 3/4 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1. നെക്സ്റ്റ്, എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് 200 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്ററിന് 200 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് ആൻഡ് മാസ് 500 gram. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്. ഈസ് ബാലൻസ്ഡ് എ wedge placed at 40 centimeter mark. A mass of 2 kg is suspended from the rod at 20 centimeter and another unknown mass m is suspended from the rod 160 centimeter mark as shown in the figure. Find the value of m that such that the rod is in equilibrium. Equilibrium means total torque acting on the ഈ കാണുന്ന ഫിഗറിൻ്റെ മേലെ ടോട്ടൽ ടോർക്ക് എന്ന് 0 ആയിരിക്കും. അതാണല്ലോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡ് ടോട്ടൽ ടോർക്ക്, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ടോട്ടൽ ടോർക്ക് 0 ആണ്. നെറ്റ് ടോർക്ക് നെറ്റ് ഈക്വൽ ടു 0. സോ ഈ സൈഡിലുണ്ടാകുന്ന ടോർക്കും എല്ലാ സൈഡിലുള്ള ടോർക്കും ആഡ് ചെയ്യുമ്പോൾ കിട്ടണം, 0 കിട്ടണം. അതാണ് കൺസെപ്റ്റ്. നമുക്ക് നോക്കാം എവിടേക്കാണ് ടോർക്ക് ഉള്ളത് എന്നുള്ളത്. ഇവക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങോട്ടുള്ള മാസ് 2 kg ആണ്. ഇനി നമുക്കറിയാം ഇത് ഇക്വിലിബ്രിയത്തിലാവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഓഫ് മാസ് എവിടെ വരും?
200 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് എങ്കിൽ 100 സെൻറ്റിമീറ്റർ എവിടെയാണോ നോക്കുക, അതാണ് 100 സെൻറ്റിമീറ്റർ എന്ന് കരുതിക്കോ. ആ 100 സെൻറ്റിമീറ്ററിൽ എന്തുണ്ട്, അതിനെ വെയിറ്റ് mg താഴേക്ക് വലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ഇത് എന്താകുന്നുള്ളൂ, ടോട്ടലി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായി മാറുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇക്വിലിബ്രിയത്തിന് ടോർക്കിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എഫ് ആണ്, അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ ആണെന്ന് പറയാം. ആർ എഫ് സൈൻ തീറ്റ. സോ ഇവിടെ ഉണ്ടാകുന്ന ടോർക്ക്, ഇവിടെ ഒരു മാസ് ഉണ്ട്, സോറി ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇവർക്ക് ലെങ്ത് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ടോർക്കാണ് ടോ1 പ്ലസ് ഇവിടെ ഒരു മാസ് ഉണ്ട്, അവിടെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ടോ2 പ്ലസ് ടോ3 ഈക്വൽ ടു 0. ടോ3 ആണ് ഇതുകൊണ്ടുള്ളത് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറിലോട്ട് എത്താം. പറഞ്ഞ ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണ്, ഇങ്ങോട്ടുള്ള മാസ് 2 കിലോഗ്രാം ആണ്. സോ നമുക്ക് ഫോഴ്സിൻ്റെ സ്ഥാനത്ത് mg എന്ന് എഴുതാം, ആറിൻ്റെ സ്ഥാനത്ത് ഈ ഡിസ്റ്റൻസ് കേട്ടോ. ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, -20 ആണ്, കാരണം ഇങ്ങോട്ടുള്ള മൈനസ് എടുക്കണേ. അപ്പോൾ -20 ഇൻറ്റു ഇവിടേക്കുള്ള താഴേക്കുള്ള ഫോഴ്സും -2g. g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഗ്രാവിറ്റി ആണ്, 2g പ്ലസ് ഇനി ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, ഇവിടെ 40 100 വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എത്രയാണ് വരുന്നത്, 60 വരുന്നത്. ഇവിടം വരെ 40, ഇവിടുന്ന് ബാക്കിയുള്ളത് എത്ര വരുന്നത് 60. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്കാണ് പോസിറ്റീവ് കേട്ടോ. അപ്പോൾ 60 ഇൻറ്റു മൈനസ് താഴേക്കല്ല, മൈനസ് എത്ര നമ്മൾ മാസം നിന്ന് 500 ഗ്രാം ആണ്. അപ്പോൾ അതിന് കിലോഗ്രാമുക്ക് മാറ്റുമ്പോൾ 0.5 വരും. അപ്പോൾ 0.5 ഇൻറ്റു g ആക്സലറേഷൻ ഗ്രാവിറ്റി പ്ലസ് ഇനി ഇങ്ങോട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര 120 ആണ്. ഇവിടെ 40, ഇവിടെ 160 ആണെങ്കിൽ 120 ആണ്. അപ്പോൾ 120 ഇൻറ്റു അവിടുത്തെ മാസ് എത്ര പറഞ്ഞിട്ടുണ്ട് m. അപ്പോൾ mg ഈക്വൽ ടു എത്രയാ 0. എല്ലാം അടയുമ്പോൾ 0 കിട്ടുന്നത്. സോ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടുന്നത്, g ക്യാൻസൽ ചെയ്യും എല്ലാത്തുനിന്നും, ബാക്കി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -4 ഉണ്ട്, -2 ഇൻറ്റു -4 ആയി. 0 ഈക്വൽ ടു 4 പ്ലസ് ഇവിടെ എത്ര വരുന്നത് 3, -3 ഉണ്ട്, -3 ഇവിടെയും മാസ് താഴേക്ക് ആയതുകൊണ്ട് മൈനസ് എടുക്കണം കേട്ടോ. അപ്പോൾ 12 m. സോ ഇതെല്ലാം കൂടെ അടയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 കിട്ടും. 1 ഈക്വൽ ടു 12 m എന്ന് കിട്ടി. സോ 1/12 എന്നാണ് നമ്മുടെ മാസിൻ്റെ വാല്യൂ വരുന്നത്. 1/12 ഇതാണ് ഓപ്ഷൻ 4 ആണ് വരുന്നത് കേട്ടോ. 1/12 കിലോഗ്രാം എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് 27 drop of same size are charged at 20 volt each. They are combined to form a bigger drop. Calculate the potential of the bigger drop. അപ്പോൾ നമുക്കറിയാം രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് v ഡ്രോപ്പ്, പൊട്ടൻഷ്യൽ ഓഫ് ഡ്രോപ്പ് ഈക്വൽ ടു n raised to 2/3 v ഡ്രോപ്ലെറ്റ്സ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡ്രോപ്ലെറ്റ്സ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v ഡ്രോപ്പ് ഈക്വൽ ടു n എത്ര 27 ആണ്, 27 raised to 2/3 v ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ 220 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 27ൻ്റെ ക്യൂബ് റൂട്ട് 3 വരും, 9 ഇൻറ്റു 220 എന്ന് പറയുമ്പോൾ 1980 വോൾട്ടാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ 4 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 47. എ കാർ സ്റ്റാർട്ട് ഫ്രം റസ്റ്റ് ആൻഡ് ആക്സലറേറ്റ് അറ്റ് 5 meter per second square. At t equal 4 seconds, a ball is dropped out of window by a person sitting in the car. What is the velocity and acceleration of the ball at t equal to 6 seconds? അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു വെഹിക്കിള്, ഒരു കാറ്, ഈ കാറ് മുന്നോട്ട് മൂവ് ചെയ്യുന്ന ആക്സലറേഷനൊക്കെ തന്നിട്ടുണ്ട്. ഇനി അറ്റ് t equal to 4 സെക്കൻഡിൽ, t equal to 4 സെക്കൻഡ് ആകുന്ന സിറ്റുവേഷനിൽ ഇതിൽ നിന്നൊരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ബോൾ അറ്റ് t equal to 6 സെക്കൻഡ്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയും കാണണം, ആക്സലറേഷനും കാണണം. നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഫ്രീ ഫാളിംഗ് ആണ്. ഫ്രീ ഫാളിങ്ങിൻ്റെ സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ ആക്സലറേഷൻ്റെ വാല്യൂ 10. അപ്പോൾ 10 വരുന്ന ഒരൊറ്റ ആൻസറേ ഉള്ളൂ, 10 meter per second square ആണ് ആൻസർ. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല, കാരണം നമുക്കറിയാം ഫ്രീ ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ g ആണ്. അപ്പോൾ 10 meter per second square ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. അതിൽ മാത്രമാണ് ആക്സലറേഷൻ എന്ത് വരുന്നുള്ളൂ, 10 വരുന്നുള്ളൂ. ഇവിടെയൊക്കെ √2 കാണിക്കുന്നുണ്ട് കേട്ടോ, സൈലൻറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇവിടെ ഇല്ല, നമുക്ക് ആക്സലറേഷൻ കിട്ടിയാൽ തന്നെ ആൻസർ ആയി മാറി. നെക്സ്റ്റ്, പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി v ഈക്വൽ ടു, വെലോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, v ഈക്വൽ ടു
KVE, K less than 1. From the surface of the earth, VE എന്ന് പറഞ്ഞാൽ escape velocity ആണ്. The maximum height above the surface reached by the particle is. ഓക്കെ, നമുക്കിവിടെ കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. ഇനിഷ്യലി ഒബ്ജക്റ്റിന്റെ മാസ് m ആണ്, അത് നിൽക്കുന്നത് സർഫസ് ആണ്. സർഫസിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ് ആണ്. ഇനി അവിടുന്ന് അത് v വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് മാക്സിമം ഹൈറ്റിൽ എത്തി. ആ ഹൈറ്റ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് പറയാം. ഇനീഷ്യലി അതിൻ്റെ ടോട്ടൽ എനർജിയും ഫൈനലി അതിൻ്റെ ടോട്ടൽ എനർജി ഈക്വൽ ആയിരിക്കും. സോ ഇനീഷ്യലി ടോട്ടൽ എനർജി അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പിന്നെ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, ഈക്വൽ ടു പ്രൊജക്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്, കൈനറ്റിക് എനർജി ഇല്ല. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന് എന്ത് മാത്രമേ ഉള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. -GM_m/r, അതാണല്ലോ സർഫസിൽ നടന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ, പ്ലസ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്ന ½ m ഇൻറ്റു പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി എത്ര? KVE. അങ്ങനെയാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി v ആണ്, v ആണ് KVE ആണ്. അപ്പോൾ KVE സ്ക്വയർ വരും. അപ്പോൾ K² VE² ഈക്വൽ ടു ഫൈനൽ -GM ഡിവൈഡഡ് ബൈ R+H. R+H ആണല്ലോ വരുന്നത്, ഡിസ്റ്റൻസ് എന്നാണ് R+H. ഇതാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് എഴുതുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് h ആണെന്ന് ഓർക്കുക. നമുക്ക് ഓപ്ഷൻ നോക്ക്, ഇവിടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ടേംസ് അല്ല, എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ മാറ്റിയേ പറ്റൂ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. -GM/r പ്ലസ് ½ ഇൻറ്റു m K² എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് K² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K² അവിടെ നിൽക്കട്ടെ. VE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2GM/r ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2GM/r സ്ക്വയർ എഴുതുമ്പോൾ അങ്ങനെ പോയി, ഈക്വൽ ടു -GM ഡിവൈഡഡ് ബൈ R+H. സോ 2 ക്യാൻസൽ ചെയ്ത് GM ക്യാൻസൽ ചെയ്യും എല്ലാത്തിലും, GM. ഓക്കെ, ബാക്കി എന്താ കിട്ടുന്നത്? -1/r ഇവിടെ ഉണ്ട്. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? പ്ലസ് ഇനി ബാക്കി ഇവിടെ വരുന്നത് എന്താ? K²/r ഉണ്ട് ആണല്ലോ. ഇവിടെ എന്ത് ബാക്കി വരുന്നത്? -r+h വരുന്നുണ്ട്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് h കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് R+h ഈക്വൽ ടു, അതല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കൂടെ കാണിക്കാം. ഇവിടെ എന്ത് ചെയ്യും? K² -1 ആണല്ലോ, K² -1 ഡിവൈഡ് ബൈ r ഈക്വൽ ടു -1/r+h കിട്ടി. സോ ഇതിൽ നിന്ന് R+h ഈക്വൽ ടു എന്താ കിട്ടുന്നത്? -r ഡിവൈഡ് ബൈ K² -1 കിട്ടിയിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യാനുള്ള h കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ h അവിടെ നിർത്തണം. h ഈക്വൽ ടു -r ഡിവൈഡ് ബൈ K² -1 -r. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിൽ എത്താം. -r -rk² +r ഡിവൈഡ് ബൈ K² -1. അപ്പോൾ ക്യാൻസൽ ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് RK² ഡിവൈഡ് ബൈ K² -1 ആണ് കിട്ടുന്നത് കേട്ടോ. RK² ഡിവൈഡ് ബൈ 1 - K². ഓക്കെ, അപ്പം മുകളിലും താഴെ മൈനസ് തിരിച്ചു വരുമ്പോഴാണല്ലോ മൈനസ് പോകുന്നത്. അപ്പോൾ ഇതിന് RK² ഡിവൈഡ് ബൈ 1 - K² എഴുതാം. സോ നമ്മുടെ ഓപ്ഷൻ 4 ആണ് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ, ഓപ്ഷൻ 4. നെക്സ്റ്റ്, a ball of mass 0.15 kilogram is dropped from height 10 meter, strike the ground and rebounds to the same height. The magnitude of impulse imparted to the ball is. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇതാണ് സർഫസ്. ഈ സർഫസിലോട്ട് 10 മീറ്റർ ഹൈറ്റ് നിന്ന് ഒരു ബോൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, അത് അതേ സെയിം ഹൈറ്റിലോട്ട് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് ഈക്വലാ? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വലാ. ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ m/v - u. ഓക്കെ, ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇങ്ങോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് u എന്ന് പറയുന്നത്, തിരിച്ച് കയറുന്ന വെലോസിറ്റിയാണ് v. ഇവിടെ എത്ര ഹൈറ്റിൽ നിന്നാണോ വന്നത് അത്രയും ഹൈറ്റിൽ തിരിച്ച് പോയിട്ടെങ്കിൽ ഇവിടെ എനർജി ലോസ് ഉണ്ടായിട്ടില്ല. എനർജി ലോസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വന്ന് വീഴുമ്പോഴുള്ള ഫൈനൽ എനർജിയും ഇവിടുത്തെ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇനിഷ്യലി ടച്ച് ചെയ്യുമ്പോൾ ഇനിഷ്യലി കയറി പോകുമ്പോൾ ഫൈനലി ഈ രണ്ട് വെലോസിറ്റി ഈക്വൽ ആണ്, പക്ഷേ എൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് അങ്ങോട്ടാണ്. സോ നമുക്കിത് എങ്ങനെ എഴുതാം? 2 - 2 അല്ലെങ്കിൽ 2mv എന്ന് എഴുതാം കേട്ടോ. സോ 2m × വിയുടെ വാല്യൂ എത്രയാണ്? √2gh ആണ്. സോ h ഹൈറ്റിൽ നിന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റി ഇക്വേഷൻ. സോ 2 × m മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 0.15
0.15 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 10 ഇൻറ്റു 10 എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് 2 ഇൻറ്റു 0.15 ഇൻറ്റു ഇവിടെ 100 വരും 110 റൂട്ട് 2 കിട്ടും 10 റൂട്ട് 2 കിട്ടും. സോ ഇത് സോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4.2 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. 4.2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. സോൾവ് ചെയ്യുന്നതോടുകൂടി അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. 2 conducting circular loops of radii R1 and R2 are placed in the same plane with their centers coinciding. If R1 greater than R2, mutual inductance M between them will be directly proportional to. Okay, അപ്പോൾ നമുക്ക് ഫിഗർ വരക്കാം. 2 ലൂപ്പ് ഉണ്ട്. 2 ലൂപ്പ് കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് R1 ആൻഡ് R2 ആണ്. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് R1 ആണ്, അടുത്തിൻ്റെ റേഡിയസ് R2 ആണ്. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് R1 വലുതാണ്. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M between them will be directly proportional to. സപ്പോസ് ഇതിലൂടെ ഒരു കറണ്ട് I എന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാരണത്താൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ഇത് ഒന്നാമത്തെ ലൂപ്പാണ്, ഫസ്റ്റ് ലൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B1. അങ്ങനെ നിങ്ങൾ പഠിച്ച ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ? മാഗ്നറ്റിക് ഫ്ലക്സ് φ ഈക്വൽ ടു BA എന്ന് പഠിച്ചിട്ടുണ്ടാവും. B.A, ഇവിടെ BA എന്ന് മതി. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ഈക്വൽ ടു φ ഇൻറ്റു I എന്ന് പഠിച്ചിട്ടുണ്ടാവും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ഈക്വൽ ടു φ/I എന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. φ/I എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ BA ഡിവൈഡഡ് ബൈ φ/I വരുമ്പോൾ I എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി B എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μ0I ഡിവൈഡഡ് ബൈ 2πr ആണ്. 2πr1 വരും. ഏരിയ എന്ന് പറഞ്ഞാൽ ആരുടാണോ നിൽക്കുന്നത്, അപ്പോൾ πr2 സ്ക്വയർ ഡിവൈഡ് ബൈ I എന്ന് വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് I ക്യാൻസൽ ചെയ്ത് പൈ ക്യാൻസൽ ചെയ്ത് എല്ലാം ബാക്കി കോൺസ്റ്റന്റ് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി നോക്കേണ്ടതുള്ളൂ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടിയിട്ടുണ്ട്? R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1 എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് R1 വരാനാണ് ചാൻസ്. R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1. സോ ഓപ്ഷൻ 4 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. R1 തന്നെയാണ് ചെക്ക് ചെയ്യണം. μ0 മാഗ്നറ്റിക് ഫീൽഡ് μ0I ബൈ 2πr ആണ്. μ0I ബൈ 2r ആണ്. ഒരു മിനിറ്റ് μ0I ഡിവൈഡ് ബൈ 2r ആണോ സർക്കുലർ ലൂപ്പിൻ്റെ μ0I ഡിവൈഡ് ബൈ 2r ആണ്. പൈ ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. μ0I ഡിവൈഡ് ബൈ 2r1 അതാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. ഏരിയ എന്ന് പറയുമ്പോൾ πr2 സ്ക്വയർ ഡിവൈഡ് ബൈ I. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി കോൺസ്റ്റന്റ് ഒഴിവാക്കി R2 സ്ക്വയർ ബൈ R1. അപ്പം നിങ്ങളുടെ ഓപ്ഷൻ ഇത് ചെക്ക് ചെയ്യണം. ഓപ്ഷൻ R2 സ്ക്വയർ ബൈ R1 ഓപ്ഷൻ 4 ആണ് കിട്ടുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ വർഷത്തിൽ നീറ്റ് ചോദിച്ചിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി മുൻ വർഷത്തേക്കാളും ചെറുതായിട്ട് ടഫേ ഉള്ളൂ. അത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എനിവേ നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു.